എല്ലാവരെയും ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യാണ്. അസിസ്റ്റന്റ് സെയിൽസ്മാന് വേണ്ടി നമ്മൾ തുടക്കം കുറിച്ച് വീഡിയോ ക്ലാസ് സീരീസിൽ നമ്മൾ കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്ന കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് നമുക്കൊന്ന് പരിശോധിക്കാം. നമ്മളിവിടെ ഒന്നാമതായിട്ട് പരിചയപ്പെടാൻ പോകുന്നത്, ഒന്നാമതായിട്ട് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നു വേൾഡ് ലോ കോൺഗ്രസില് വേൾഡ് ജൂറിസ്റ്റ് അസോസിയേഷൻ നൽകുന്ന മെഡൽ ഓഫ് ഓണർ പുരസ്കാരം നേടിയ ആദ്യ ഇന്ത്യൻ അഭിഭാഷകൻ ആരെന്നാണ് നമ്മൾ പരിചയപ്പെടാനായിട്ട് പോകുന്നത്. മെഡൽ ഓഫ് ഓണർ പുരസ്കാരം നേടിയ ആദ്യ ഇന്ത്യൻ അഭിഭാഷകന്റെ പേരാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ആദ്യ ഇന്ത്യൻ അഭിഭാഷകൻ ആരെന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പൊ നമ്മൾ നമ്മളിവിടെ പരിചയപ്പെട്ടത് വേൾഡ് ലോ കോൺഗ്രസിൽ വേൾഡ് ജൂറിസ്റ്റ് അസോസിയേഷൻ നൽകുന്ന മെഡൽ ഓഫ് ഓണർ പുരസ്കാരം നേടിയ ആദ്യ ഇന്ത്യൻ അഭിഭാഷകൻ ആരെന്നാണ് നമ്മുടെ ചോദ്യം. ഇവിടെ ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരുന്നത് ഭുവൻ റിബു എന്നാണ്. ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരം എന്ന് പറയുന്നത് ഭുവൻ റിബു എന്നാണ് ഉത്തരമായിട്ട് വരിക. നമ്മുടെ ചോദ്യത്തിന്റെ ഉത്തരം എന്താണ്? ഭുവൻ റിബു എന്നാണ് ഉത്തരം. അപ്പൊ നമ്മൾ പരിചയപ്പെട്ടത് എന്താണ്? വേൾഡ് ലോ കോൺഗ്രസിൽ വേൾഡ് ജൂറിസ്റ്റ് അസോസിയേഷൻ നൽകുന്ന മെഡൽ ഓഫ് ഓണർ പുരസ്കാരം നേടിയ ആദ്യത്തെ ഇന്ത്യൻ അഭിഭാഷകനാണ് ഭുവൻ റിബു എന്ന കാര്യം ഓർത്തിരിക്കുക. വേൾഡ് ലോ കോൺഗ്രസിൽ വേൾഡ് ജൂറിസ്റ്റ് അസോസിയേഷൻ നൽകുന്ന മെഡൽ ഓഫ് ഓണർ പുരസ്കാരം നേടിയ ആദ്യ ഇന്ത്യൻ അഭിഭാഷകൻ ആരെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് ഭുവൻ റിബു ആണ്. വേൾഡ് ലോ കോൺഗ്രസിൽ വേൾഡ് ജൂറിസ്റ്റ് അസോസിയേഷൻ നൽകുന്ന മെഡൽ ഓഫ് ഓണർ പുരസ്കാരം നേടിയ ആദ്യ ഇന്ത്യൻ അഭിഭാഷകന്റെ പേരാണ് നമ്മൾ പരിചയപ്പെട്ടത്. ഭുവൻ റിബു എന്നാണ് ഉത്തരമായിട്ട് വരേണ്ടത്. അപ്പൊ നമ്മളിവിടെ ചർച്ച ചെയ്യുന്നതാണ് വേൾഡ് ലോ കോൺഗ്രസ്, അതിൽ വേൾഡ് ജൂറിസ്റ്റ് അസോസിയേഷൻ നൽകുന്ന മെഡൽ ഓഫ് ഓണർ പുരസ്കാരം ലഭിച്ച ആദ്യ ഇന്ത്യൻ അഭിഭാഷകൻ ആരെന്ന ചോദ്യമാണ് അവിടെ നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത്. ഭുവൻ റിബു എന്നാണ് ഉത്തരമായിട്ട് വരേണ്ടത്. അടുത്തതായിട്ട് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് നമ്മുടെ ജർമ്മനിയുടെ പുതിയ ചാൻസലറുടെ പേരാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ജർമ്മനിയുടെ പുതിയ ചാൻസലർ ആരെന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ജർമ്മനിയുടെ പുതിയ ചാൻസലർ ആരെന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. ഉത്തരമായിട്ട് വരേണ്ടത് ഫ്രെഡറിച്ച് മർസ് എന്നാണ് ഉത്തരമായിട്ട് വരേണ്ടത്. ഫ്രെഡറിച്ച് മർസ് എന്ന പേര് ഓർത്തിരിക്കുക. ജർമ്മനിയുടെ പുതിയ ചാൻസലർ ആരെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് ഫ്രെഡറിച്ച് മർസ് ആണ്. ജർമ്മനിയുടെ പുതിയ ചാൻസലർ ആരെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് ഫ്രെഡറിച്ച് മർസ് എന്ന പേരാണ് ഓർത്തിരിക്കേണ്ടത്. അപ്പൊ ജർമ്മനിയിലെ പുതിയ ചാൻസലർ ആരെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് ഫ്രെഡറിച്ച് മർസ് എന്ന പേരാണ് ഓർത്തിരിക്കേണ്ടത്. ഇത് നമ്മൾ അടുത്തായിട്ട് പരിചയപ്പെടാൻ പോകുന്നത് ഇന്ത്യ പുറത്തിറക്കിയ ജനിതകമാറ്റം വരുത്തിയ അത്യുൽപാദന ശേഷിയുള്ള നെല്ലിനങ്ങൾ ഏതെല്ലാം എന്നാണ്. ഈ അടുത്ത് ഇന്ത്യ പുറത്തിറക്കിയ ജനിതകമാറ്റം വരുത്തിയ അത്യുൽപാദന ശേഷിയുള്ള നെല്ലിനങ്ങളാണ് നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. അതിന്റെ പേരാണ് നമ്മളിവിടെ പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പൊ അത്യുൽപാദന ശേഷിയുള്ള നെല്ലിനങ്ങൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഒന്നാമത്തെ പേര് നമ്മൾ പരിചയപ്പെടുന്നു DDR ധൻ 100 കമല എന്നതാണ് ഒന്നാമത്തെ പേര്. രണ്ടാമത്തെ പേര് പുസ DST റൈസ് 1 എന്നതാണ് അടുത്ത പേര്. ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുന്നത് ജനിതകമാറ്റം വരുത്തിയ ഇന്ത്യ ഈ അടുത്ത് പുറത്തിറക്കിയ ജനിതകമാറ്റം വരുത്തിയ അത്യുൽപാദന ശേഷിയുള്ള നെല്ലിനങ്ങളുടെ പേരുകളാണ് നമ്മളിവിടെ പഠിച്ചത്. ഒന്നാമത്തെ പേര് എന്ന് പറയുന്നത് അത്യുൽപാദന ശേഷിയുള്ള നെല്ലിനങ്ങളിൽ ഒന്നാമത്തെ പേര് എന്ന് പറയുന്നത് DDR ധൻ 100 കമല, മറ്റൊന്ന് പുസ DST റൈസ് 1 എന്നാണ്. ഇവിടെ നമ്മൾ ചർച്ച ചെയ്തത് ജനിതകമാറ്റം വരുത്തിയ നെല്ലിനങ്ങളാണ് നമ്മളിവിടെ ചർച്ച ചെയ്തത്. DDR ധൻ 100 കമല, മറ്റൊന്ന് പുസ DST റൈസ് 1 എന്നാണ് നമ്മളിവിടെ പരിചയപ്പെട്ട പേര്. അപ്പൊ നമ്മളിവിടെ ചോദ്യം എന്താണ് പഠിച്ചത്? ഇന്ത്യ പുറത്തിറക്കിയ ജനിതകമാറ്റം വരുത്തിയ അത്യുൽപാദന ശേഷിയുള്ള നെല്ലിനങ്ങളുടെ പേരാണ് പഠിച്ചത്. DDR ധൻ 100 കമല, മറ്റൊന്ന് പുസ DST റൈസ് 1 എന്നതാണ്. അപ്പൊ DDR ധൻ 100 കമല എന്ന് പറഞ്ഞാൽ എന്താന്ന് ചോദിച്ചാൽ അത്യുൽപാദന ശേഷിയുള്ള നെല്ലിനമാണ്. പുസ DST റൈസ് 1 എന്നാൽ എന്താന്ന് ചോദിക്കാം,
അത്യുൽപാദന ശേഷിയുള്ള നെല്ലിനമാണെന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പൊ DDR ദൻ 100 കമല പുസാർ DST റൈസ് 1 ഇന്ത്യ പുറത്തിറക്കിയ അത്യുൽപാദന ശേഷിയുള്ള ജനിതകമാറ്റം വരുത്തിയിട്ടുള്ള നെല്ലിനമാണ് നമ്മളിവിടെ പരിചയപ്പെട്ടത്. അപ്പൊ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ 3 കാര്യങ്ങൾ പരിചയപ്പെട്ടു. ഒന്ന്, വേൾഡ് ലോ കോൺഗ്രസിൽ വേൾഡ് ജൂറിസ് അസോസിയേഷൻ നൽകുന്ന മെഡൽ ഓഫ് ഓണർ നേടിയ ആദ്യ ഇന്ത്യ അഭിഭാഷകന്റെ പേര് പഠിച്ചു, ഭുവൻ റിബു. ജർമ്മനിയുടെ പുതിയ ചാൻസലറുടെ പേര് പഠിച്ചു, ഫ്രെഡറിക് മെർസ്. ഇന്ത്യ പുറത്തിറക്കിയ ജനിതകമാറ്റം വരുത്തിയ അത്യുൽപാദന ശേഷിയുള്ള നെല്ലിനങ്ങൾ ഏതൊക്കെയാണെന്ന് പഠിച്ചു. ഒന്ന് DDR ദൻ 100 കമല, മറ്റൊന്ന് പുസ DST റൈസ് 1 എന്നാണ് നമ്മൾ പരിചയപ്പെട്ട പേരുകൾ. ഇനി വേണമെങ്കിൽ പരീക്ഷയ്ക്ക് ചോദിക്കാം, 2025 മെയ് മാസത്തിൽ ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്നും വിരമിച്ച ഇന്ത്യൻ ക്യാപ്റ്റൻ ആരെന്ന് ചോദിക്കാം. ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്നും വിരമിച്ച ഇന്ത്യൻ ക്യാപ്റ്റൻ ആരെ എന്നൊരു ചോദ്യം ചോദിക്കാം. അപ്പൊ 2025 മെയ് മാസത്തില് ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്നും വിരമിച്ച ഇന്ത്യൻ ക്യാപ്റ്റൻ ആരെന്ന് ചോദിച്ചാൽ അവിടെ നമുക്ക് എല്ലാവർക്കും അറിയാം, രോഹിത് ശർമ്മയാണ്. ഉത്തരമായിട്ട് വരേണ്ടത് രോഹിത് ശർമ്മ എന്നാണ് ഉത്തരമായിട്ട് വരേണ്ടത്. അപ്പൊ 2025 മെയ് മാസത്തിൽ ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്നും വിരമിച്ച ഇന്ത്യൻ ക്യാപ്റ്റൻ ആരെന്ന് ചോദിച്ചാൽ രോഹിത് ശർമ്മ എന്നാണ് ഉത്തരമായിട്ട് വരേണ്ടത്. 2024 ഡിസംബറിൽ മെൽബണിൽ ഓസ്ട്രേലിയക്കെതിരായ 4ാം ടെസ്റ്റിലാണ് അവസാനമായിട്ട് ഇദ്ദേഹം കളിച്ചത്. അപ്പൊ 2025 മെയ് മാസത്തിൽ ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്നും വിരമിച്ച ഇന്ത്യൻ ക്യാപ്റ്റൻ ആരെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് രോഹിത് ശർമ്മയാണെന്ന കാര്യം ഓർത്തിരിക്കുക. കുടുംബശ്രീയുടെ മികച്ച ജില്ലാ മിഷനുള്ള പുരസ്കാരം നേടിയത് ആരെന്നാണ് നമ്മുടെ ചോദ്യം. ഏത് ജില്ലയാണെന്നാണ് നമ്മുടെ ചോദ്യം. ഇവിടെ നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത് കൊല്ലം ജില്ലയാണ്. കുടുംബശ്രീയുടെ മികച്ച ജില്ലാ മിഷനുള്ള പുരസ്കാരം നേടിയത് കൊല്ലം ജില്ലയാണ്. 1 ലക്ഷം രൂപയാണ് ഇവിടെ നമുക്ക് സമ്മാനമായിട്ട് ലഭിക്കുന്നത്. 1 ലക്ഷം രൂപയാണ്. 1 ലക്ഷം രൂപയാണ് ഇവിടെ സമ്മാനമായിട്ട് പറയുന്നത്. ഇവിടെ ഓർത്തിരിക്കുക, കുടുംബശ്രീയുടെ മികച്ച ജില്ലാ മിഷനുള്ള പുരസ്കാരം പ്രഖ്യാപിക്കുകയുണ്ടായി. അതിൽ കുടുംബശ്രീയുടെ മികച്ച ജില്ലാ മിഷനുള്ള പുരസ്കാരം ലഭിച്ച ജില്ല ചോദിക്കുകയാണെങ്കിൽ അത് കൊല്ലം ജില്ലയാണ്. ഇനി 2ാം സ്ഥാനത്ത് വരുന്ന ജില്ല ഏതാണെന്ന് വെച്ചാൽ അവിടെ ഉത്തരമായിട്ട് വരേണ്ടത് തൃശ്ശൂർ ജില്ലയാണ്. 2ാം സ്ഥാനത്ത് വരുന്നത് തൃശ്ശൂർ ജില്ലയാണ്. അതേപോലെ തന്നെ 3ാം സ്ഥാനത്ത് വരുന്ന ജില്ല ഏതാണെന്ന് വെച്ചാൽ എറണാകുളവും വയനാടുമാണ്. 3ാം സ്ഥാനത്ത് വരുന്നത് ഏത് ജില്ലയാണ്? എറണാകുളം ജില്ല, അതുപോലെ തന്നെ വയനാട് ജില്ല. എറണാകുളം, വയനാട് ഈ ജില്ലയാണ് 3ാം സ്ഥാനത്ത് വരുന്നത്. അപ്പൊ നമ്മളിവിടെ പരിചയപ്പെട്ടത് കുടുംബശ്രീയുടെ മികച്ച ജില്ലാ മിഷനുള്ള പുരസ്കാരം ലഭിച്ചിരിക്കുന്ന ജില്ല, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർത്തിരിക്കുന്നത് കൊല്ലം ജില്ലയാണ്. കുടുംബശ്രീയുടെ മികച്ച ജില്ലാ മിഷനുള്ള പുരസ്കാരം ലഭിച്ചിരിക്കുന്ന ജില്ല ചോദിച്ചാൽ കൊല്ലം ജില്ലയാണ്. കുടുംബശ്രീയുടെ മികച്ച ജില്ലാ മിഷനുള്ള പുരസ്കാരത്തിൽ 2ാം സ്ഥാനം ലഭിച്ചിരിക്കുന്നത് തൃശ്ശൂർ ജില്ലയ്ക്കാണ്. കുടുംബശ്രീയുടെ മികച്ച ജില്ലാ മിഷനുള്ള പുരസ്കാരത്തിൽ 3ാം സ്ഥാനം പങ്കിട്ടിരിക്കുന്ന എറണാകുളവും വയനാട് ജില്ലയുമാണ്. അപ്പോൾ 1ാം സ്ഥാനം ലഭിച്ചിരിക്കുന്ന കൊല്ലം ജില്ല 1 ലക്ഷം രൂപ, 2ാം സ്ഥാനത്തിന് 50,000 രൂപ, 3ാം സ്ഥാനത്തിന് 25,000 രൂപയാണ്. ഇപ്പോൾ ഏറ്റവും ഇമ്പോർട്ടന്റ്, കുടുംബശ്രീയുടെ മികച്ച ജില്ലാ മിഷനുള്ള പുരസ്കാരം പ്രഖ്യാപിച്ചപ്പോൾ മികച്ച ജില്ലാ മിഷനുള്ള പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് കൊല്ലം ജില്ലയ്ക്കാണ്. അതേപോലെ തന്നെ 2ാം സ്ഥാനത്ത് വരുന്ന തൃശ്ശൂരാണ്, 3ാം സ്ഥാനത്ത് വരുന്ന എറണാകുളം, വയനാടാണ് എന്ന കാര്യങ്ങൾ ഓർത്തിരിക്കുക. നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു പദ്ധതിയുടെ പേരാണ്, ഒരു കർമ്മ പദ്ധതിയുടെ പേരാണ്. മുക്തോദയം എന്നതാണ് ഈ ഒരു പദ്ധതിയുടെ പേര്. എന്താണ് ഈ ഒരു പദ്ധതിയിലൂടെ ലക്ഷ്യം വെക്കുന്നത് എന്നാണ് നമ്മളിവിടെ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത്. ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിന് ഊർജം പകരാനായിട്ട് കൊല്ലം സിറ്റി പോലീസിന്റെ കർമ്മ പദ്ധതിയാണ് മുക്തോദയം എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പൊ ഈ ഒരു പദ്ധതി ലക്ഷ്യം വെക്കുന്നത് ലഹരിക്കെതിരായിട്ടാണ്. ലഹരിക്കെതിരെയാണ് ഈ ഒരു കർമ്മ പദ്ധതി എന്ന കാര്യം ഓർത്തിരിക്കുക. ലഹരിക്കെതിരെയുള്ള ഒരു കർമ്മ പദ്ധതിയാണ് നമ്മളിവിടെ പരിചയപ്പെടുന്നത്. ലഹരിക്കെതിരെയുള്ള ഒരു കർമ്മ പദ്ധതിയാണ്. അപ്പൊ ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിന് ഊർജം പകരാനായിട്ടുള്ള കർമ്മ പദ്ധതിയാണ്. ഇതിന് നേതൃത്വം നൽകുന്നത് കൊല്ലം സിറ്റി പോലീസ് ആണ്. നേതൃത്വം നൽകുന്നത് കൊല്ലം സിറ്റി പോലീസ് ആണെന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. കൊല്ലം സിറ്റി പോലീസ് ആണ് ഇതിന്റെ നേതൃത്വം നൽകുന്നത്. അപ്പൊ നമ്മളിവിടെ ചർച്ച ചെയ്തത് മുക്തോദയം എന്ന് പറയുന്ന ഒരു പദ്ധതിയാണ്. ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിന് ഊർജം പകരാൻ കൊല്ലം സിറ്റി പോലീസിന്റെ കർമ്മ പദ്ധതിയാണ് മുക്തോദയം എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പൊ ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിന് ഊർജം പകരാൻ കൊല്ലം സിറ്റി പോലീസിന്റെ കർമ്മ പദ്ധതിയുടെ പേര് ചോദിക്കുകയാണെങ്കിൽ ഉത്തരമായിട്ട് വരേണ്ടത് മുക്തോദയം എന്നാണ്. മുക്തോദയം എന്നതാണ് ഈ ഒരു പദ്ധതിയുടെ പേര്. അപ്പൊ ലഹരിക്കെതിരെ പോരാടാനായിട്ട്, അതിന് ഊർജം പകരാനായിട്ട് കൊല്ലം സിറ്റി പോലീസിന്റെ കർമ്മ പദ്ധതിയുടെ പേരാണ് മുക്തോദയം എന്ന പേരിൽ അറിയപ്പെടുന്നത്. നമ്മൾ അടുത്തായിട്ട് ഇവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് സഹായി ഹെൽപ്പ് ലൈൻ എന്ന് പറയുന്ന ഒരു പദ്ധതിയാണ് നമ്മളിവിടെ പഠിക്കാനായിട്ട് പോകുന്നത്. ഒരു സംവിധാനമാണ് നമ്മളിവിടെ പഠിക്കാനായിട്ട് പോകുന്നത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ലഹരിക്ക് അടിമപ്പെട്ട് കൗൺസിലിംഗ് ആവശ്യമായി വരുന്ന സഹപാഠികൾ, അതേപോലെ തന്നെ യുവതി യുവാക്കൾ എന്നിവരെ സംബന്ധിച്ച വിവരങ്ങൾ രഹസ്യമായിട്ട് അറിയിക്കാൻ സഹായിക്കുന്ന ഹെൽപ്പ് ലൈൻ നമ്പറാണ് സഹായി എന്ന് പറയുന്നത്.
ഇവിടെ നമ്മൾ പരിചയപ്പെട്ടിരിക്കുന്ന സഹായി എന്ന് പറയുന്ന ഈ ഒരു സംവിധാനവുമായി ബന്ധപ്പെട്ട് എന്താണ് അറിഞ്ഞിരിക്കേണ്ടത്? ലഹരിക്ക് അടിമപ്പെട്ട് ലഹരിക്ക് അടിമപ്പെട്ട് ലഹരിക്ക് അടിമപ്പെട്ട് ലഹരിക്ക് അടിമപ്പെട്ട് കൗൺസിലിംഗ് ആവശ്യമായ ലഹരിക്ക് അടിമപ്പെട്ട് കൗൺസിലിംഗ് ആവശ്യമായ കൗൺസിലിംഗ് ആവശ്യമായ കൗൺസിലിംഗ് ആവശ്യമായ ആവശ്യമായ സഹപാഠികളാകാം അല്ലെങ്കിൽ യുവതി യുവാക്കൾ എന്നിവരെ സംബന്ധിച്ച വിവരങ്ങൾ എന്താണ് രഹസ്യമായി അറിയിക്കാൻ സഹായിക്കുന്ന ഹെൽപ്പ് ലൈൻ ആണ് നമ്മൾ ഈ പറയുന്ന സഹായി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളോട് പരിചയപ്പെട്ടത് എന്താണ്? ലഹരിക്ക് അടിമപ്പെട്ട് കൗൺസിലിംഗ് ആവശ്യമായിട്ടുള്ള സഹപാഠികള് യുവാക്കള് എന്നിവരെ സംബന്ധിച്ച വിവരങ്ങൾ രഹസ്യമായി അറിയിക്കാൻ സഹായിക്കുന്ന ഒരു ഹെൽപ്പ് ലൈൻ ആണ് എന്ത്? സഹായി എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പൊ ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിന് ഊർജ്ജം പകരാൻ കൊല്ലം സിറ്റി പോലീസിന്റെ കർമ്മപദ്ധതിയാണ് മുക്തോദയം. ലഹരിക്ക് അടിമപ്പെട്ട് കൗൺസിലിംഗ് ആവശ്യമായി വരുന്ന സഹപാഠികൾ യുവാക്കൾ എന്നിവരെ സംബന്ധിച്ച വിവരങ്ങൾ രഹസ്യമായി അറിയിക്കാൻ സഹായിക്കുന്ന ഹെൽപ്പ് ലൈൻ ഏതാണെന്ന് വെച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് സഹായി ആണെന്ന കാര്യം ഓർത്തിരിക്കുക. ആ ഒരു പേരിലാണ് അത് അറിയപ്പെടുന്നത്. അടുത്ത നമ്മളൊരു പുരസ്കാരവുമായി ബന്ധപ്പെട്ട കാര്യമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. MP വീരേന്ദ്രകുമാറിന്റെ സ്മരണക്കായി ഏർപ്പെടുത്തിയ ദേശീയ പുരസ്കാരത്തിന് അർഹനായത് ആരെന്നാണ് നമ്മുടെ ചോദ്യം. അപ്പൊ നമ്മളിവിടെ പരിചയപ്പെടുത്തുന്നത് MP വീരേന്ദ്രകുമാർ വീരേന്ദ്രകുമാറിന്റെ സ്മരണക്കായിട്ട് ഏർപ്പെടുത്തിയ ദേശീയ പുരസ്കാരം MP വീരേന്ദ്രകുമാറിന്റെ സ്മരണക്കായി ഏർപ്പെടുത്തിയ ദേശീയ പുരസ്കാരം ലഭിച്ചത് ആർക്കാണെന്നാണ് നമ്മുടെ ചോദ്യം. MP വീരേന്ദ്രകുമാറിന്റെ സ്മരണക്കായി ഏർപ്പെടുത്തിയ ദേശീയ പുരസ്കാരം 2025 പ്രഖ്യാപിച്ചു. ആ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് പാണ്ഡുരംഗ ഹെഗ്ഡെക്ക് ആണെന്ന കാര്യം ഓർത്തിരിക്കുക. പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് പാണ്ഡുരംഗ ഹെഗ്ഡെക്ക് ആണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇവിടെ നമ്മളൊരു പുരസ്കാരമാണ് പരിചയപ്പെട്ടത്. MP വീരേന്ദ്രകുമാറിന്റെ സ്മരണയ്ക്കായിട്ട് ഏർപ്പെടുത്തിയ ദേശീയ പുരസ്കാരം ലഭിച്ചത് പാണ്ഡുരംഗ ഹെഗ്ഡെക്ക് ആണ്. ആർക്കാണ്? പാണ്ഡുരംഗ ഹെഗ്ഡെക്ക് ആണെന്ന കാര്യം ഓർക്കുക. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ബ്രേക്കിംഗ് ന്യൂസ് ഫോട്ടോഗ്രാഫി വിഭാഗത്തില് പുലിസ്റ്റർ പുരസ്കാരം നേടിയ ചിത്രം ഏതെന്നാണ് നമ്മുടെ ചോദ്യം. ബ്രേക്കിംഗ് ന്യൂസ് ഫോട്ടോഗ്രാഫി വിഭാഗത്തിൽ പുലിസ്റ്റർ പുരസ്കാരം നേടിയ ചിത്രം ഏതെന്നാണ് നമ്മുടെ ചോദ്യമായിട്ട് തന്നിരിക്കുന്നത്. ഇവിടെ നമ്മുടെ ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരം എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പ് പ്രചാരണ വേദിയിൽ വെച്ചിട്ട് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് നേരെ ഉണ്ടായ വധശ്രമത്തിന്റെ ചിത്രങ്ങളാണ്. US പ്രസിഡന്റ് ആയിട്ടുള്ള ഡൊണാൾഡ് ട്രംപ് അദ്ദേഹത്തിന്റെ നേരെ ഉണ്ടായ ഡൊണാൾഡ് ട്രംപ് അദ്ദേഹത്തിന് നേരെ ഉണ്ടായ വധശ്രമത്തിന്റെ ചിത്രമാണ് ഈ പറയുന്ന ബ്രേക്കിംഗ് ന്യൂസ് ഫോട്ടോഗ്രാഫി വിഭാഗത്തിൽ പുലിസ്റ്റർ പുരസ്കാരം നേടിയ ചിത്രം. 2025 പ്രഖ്യാപിച്ച ബ്രേക്കിംഗ് ന്യൂസ് ഫോട്ടോഗ്രാഫി വിഭാഗത്തിൽ പുലിസ്റ്റർ പുരസ്കാരം നേടിയ ചിത്രം ഏതാണെന്ന് വെച്ചാൽ തെരഞ്ഞെടുപ്പ് പ്രചാരണ വേദിയിൽ വെച്ചിട്ട് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് നേരെ ഉണ്ടായ വധശ്രമത്തിന്റെ ചിത്രങ്ങളാണെന്ന കാര്യം ഓർത്തിരിക്കുക. അടുത്ത് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് മറ്റൊരു പുരസ്കാരമാണ്. വേലുത്തമ്പി ദളവ സ്മാരക സേവാ സമിതി ഏർപ്പെടുത്തിയ ശ്രീ വേലുത്തമ്പി പുരസ്കാരം ആർക്കാണ് ലഭിച്ചത് എന്നാണ് നമ്മളിവിടെ പഠിക്കാനായിട്ട് പോകുന്നത്. വേലുത്തമ്പി പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് എന്ന് ചോദിച്ചാൽ അവിടെ ഉത്തരമായിട്ട് വരേണ്ടത് ശ്രീകുമാരൻ തമ്പിക്കാണ്. ഓർത്തിരിക്കാൻ സിമ്പിൾ ആണ്. ശ്രീകുമാരൻ തമ്പിക്കാണെന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പൊ ഇവിടെ നമ്മൾ പരിചയപ്പെട്ടത് വേലുത്തമ്പി ദളവ സ്മാരക സേവാ സമിതി ഏർപ്പെടുത്തിയ ശ്രീ വേലുത്തമ്പി പുരസ്കാരത്തിന് അർഹനായത് ശ്രീകുമാരൻ തമ്പിയാണ്. ഇതിന്റെ സമ്മാന തുക എന്ന് പറയുന്നത് 25,000 രൂപയാണ്. നമ്മളോട് പറഞ്ഞത് വേലുത്തമ്പി ദളവ സ്മാരക സേവാ സമിതി ഏർപ്പെടുത്തിയ ശ്രീ വേലുത്തമ്പി പുരസ്കാരത്തിന് അർഹനായത് ശ്രീകുമാരൻ തമ്പിയാണ്. ഇതിന്റെ സമ്മാന തുക എന്ന് പറയുന്നത് 25,000 രൂപയാണ്. നമ്മൾ പറഞ്ഞതാണ് വേലുത്തമ്പി ദളവ സ്മാരക സേവാ സമിതി ഏർപ്പെടുത്തിയ ശ്രീ വേലുത്തമ്പി പുരസ്കാരം 2025 പ്രഖ്യാപിച്ചപ്പോൾ അത് ലഭിച്ചത് ആർക്കാണെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് ശ്രീകുമാരൻ തമ്പിക്കാണ്. പുരസ്കാര തുക ചോദിച്ചാൽ 25,000 രൂപയാണ്. അടുത്തത് പരീക്ഷയിലൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ദിനമാണ് നമ്മൾ പരിചയപ്പെടുന്നത്. ലോക അത്ലറ്റിക് ദിനം എന്നാണ് നമ്മുടെ ചോദ്യം. ലോക അത്ലറ്റിക് ദിനം എന്നാന്ന് ചോദിച്ചാൽ ഇവിടെ നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത് മെയ് മാസം 7-ാം തീയതിയാണ്. ലോക അത്ലറ്റിക് ദിനം എന്നാന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് മെയ് മാസം 7-ാം തീയതിയാണെന്ന കാര്യം ഓർത്തിരിക്കുക. ലോക അത്ലറ്റിക് ദിനം എന്നാന്ന് ചോദിച്ചാൽ മെയ് മാസം 7-ാം തീയതിയാണ്. അടുത്തായിട്ട് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്
ഒരു ഡിപ്പോ ദർപ്പൺ എന്ന് പറയുന്ന പേരാണ്. എന്താണ് ഡിപ്പോ ദർപ്പൺ എന്നാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ഭക്ഷ്യ സംഭരണ ഡിപ്പോകളുടെ തത്സമയ നിരീക്ഷണത്തിനായിട്ട് ഉപഭോക്തൃകാര്യ ഭക്ഷ്യ പൊതുവിതരണ മന്ത്രാലയം ആരംഭിക്കുന്ന ഒരു പോർട്ടലാണ് ഡിപ്പോ ദർപ്പൺ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പൊ നമ്മളിവിടെ പരിചയപ്പെട്ടത് ഒരു പോർട്ടലിന്റെ പേരാണ്. നമ്മളിവിടെ പരിചയപ്പെട്ടത് ഒരു പോർട്ടലിന്റെ പേരാണ് ഡിപ്പോ ദർപ്പൺ എന്ന് പറയുന്നത്. ഈ ഒരു പോർട്ടൽ ആരാണ് ആരംഭിക്കുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഉപഭോക്തൃകാര്യ 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 ഭക്ഷ്യ ഭക്ഷ്യ പൊതുവിതരണ മന്ത്രാലയമാണ്. ഭക്ഷ്യ പൊതുവിതരണ മന്ത്രാലയമാണ് ഈ ഒരു പോർട്ടൽ ആരംഭിക്കുന്നത്. ആരാണെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് ഉപഭോക്തൃകാര്യ ഭക്ഷ്യ പൊതുവിതരണ മന്ത്രാലയമാണ്. അപ്പൊ നമ്മളോട് പറഞ്ഞെന്താണ് ഭക്ഷ്യ സംഭരണ ഡിപ്പോകളുടെ തത്സമയ നിരീക്ഷണത്തിനായിട്ട് ഉപഭോക്തൃകാര്യ ഭക്ഷ്യ പൊതുവിതരണ മന്ത്രാലയം ആരംഭിക്കുന്ന പോർട്ടലാണ് ഡിപ്പോ ദർപ്പൺ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പൊ ഇവിടെ ഈ ഒരു പോർട്ടലിലൂടെ ലക്ഷ്യം വെക്കുന്ന എന്താണ് ഭക്ഷ്യ സംഭരണ ഡിപ്പോകളുടെ തത്സമയ നിരീക്ഷണമാണ്. ഭക്ഷ്യ സംഭരണ ഡിപ്പോകളുടെ തത്സമയ നിരീക്ഷണമാണ് ഇതിലൂടെ ലക്ഷ്യം വെക്കുന്നത്. അപ്പൊ നമ്മളോട് പരിചയപ്പെട്ട എന്താണ് ഡിപ്പോ ദർപ്പൺ എന്ന് പറയുന്ന ഒരു പോർട്ടലിന്റെ പേരാണ്. ഭക്ഷ്യ സംഭരണ ഡിപ്പോകളുടെ തത്സമയ നിരീക്ഷണത്തിനായിട്ട് ഉപഭോക്തൃകാര്യ ഭക്ഷ്യ പൊതുവിതരണ മന്ത്രാലയം ആരംഭിക്കുന്ന പോർട്ടലിന്റെ പേര് ചോദിക്കുകയാണെങ്കിൽ ഉത്തരമായിട്ട് വരേണ്ടത് ഡിപ്പോ ദർപ്പൺ എന്നാണ്. ഭക്ഷ്യ സംഭരണ ഡിപ്പോകളുടെ തത്സമയ നിരീക്ഷണത്തിനായിട്ട് ഉപഭോക്തൃകാര്യ ഭക്ഷ്യ പൊതുവിതരണ മന്ത്രാലയം ആരംഭിക്കുന്ന പോർട്ടൽ ഏതാന്ന് വെച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് ഡിപ്പോ ദർപ്പൺ എന്നാണ് പോർട്ടലിന്റെ പേര്. ഇനി നമ്മൾ അടുത്തായിട്ട് പരിചയപ്പെടാൻ പോകുന്നത് ഒരു പദ്ധതിയുടെ പേരാണ് ഗ്യാൻ പോസ്റ്റ് എന്നാണ് ഈ ഒരു പദ്ധതിയുടെ പേര്. അപ്പൊ ആ പേര് കേൾക്കുമ്പോൾ തന്നെ പോസ്റ്റ് ഓഫീസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പദ്ധതിയാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ നമ്മളിവിടെ പരിചയപ്പെടുന്നത് പോസ്റ്റ് ഓഫീസ് പദ്ധതിയുമാണ്. പോസ്റ്റ് ഓഫീസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പദ്ധതിയാണ് നമ്മളിവിടെ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. ഗ്യാൻ പോസ്റ്റ് എന്ന് പറയുന്നത് പോസ്റ്റ് ഓഫീസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പദ്ധതിയാണ്. പാഠപുസ്തകങ്ങൾ വിദ്യാഭ്യാസ സാമഗ്രികൾ തുടങ്ങിയവ കുറഞ്ഞ ചെലവിൽ അയക്കാൻ കഴിയുന്ന പോസ്റ്റ് ഓഫീസുമായി ബന്ധപ്പെട്ട പദ്ധതിയാണ് ഗ്യാൻ പോസ്റ്റ് എന്ന് പറയുന്നത്. ഗ്യാൻ പോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് ഗ്യാൻ പോസ്റ്റ്? നമ്മുടെ പാഠപുസ്തകങ്ങൾ അതേപോലെ തന്നെ വിദ്യാഭ്യാസ സാമഗ്രികൾ. അപ്പൊ നമ്മളിവിടെ ചർച്ച ചെയ്തത് എന്തൊക്കെയാണ്? പാഠപുസ്തകങ്ങൾ, അതേപോലെ തന്നെ വിദ്യാഭ്യാസ സാമഗ്രികൾ തുടങ്ങിയവ കുറഞ്ഞ ചെലവിൽ അയക്കാൻ കഴിയുന്ന കുറഞ്ഞ ചിലവില് അയക്കാൻ കഴിയുന്ന പോസ്റ്റ് ഓഫീസിന്റെ ഒരു പദ്ധതിയാണ് ഗ്യാൻ പോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മളിവിടെ പറഞ്ഞെന്താണ് പാഠപുസ്തകങ്ങൾ വിദ്യാഭ്യാസ സാമഗ്രികൾ തുടങ്ങിയവ കുറഞ്ഞ ചെലവിൽ അയക്കാൻ കഴിയുന്ന പോസ്റ്റ് ഓഫീസ് പദ്ധതിയാണ് ഗ്യാൻ പോസ്റ്റ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പൊ എന്താണ് ഗ്യാൻ പോസ്റ്റ് എന്ന് പറയുന്നത്? പാഠപുസ്തകങ്ങളായിക്കോട്ടെ വിദ്യാഭ്യാസ സാമഗ്രികളായിക്കോട്ടെ കുറഞ്ഞ ചെലവിൽ അയക്കാൻ കഴിയുന്ന പോസ്റ്റ് ഓഫീസ് പദ്ധതിയാണ് ഗ്യാൻ പോസ്റ്റ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. പാഠപുസ്തകങ്ങൾ അതേപോലെ തന്നെ വിദ്യാഭ്യാസ സാമഗ്രികൾ എന്നിവ കുറഞ്ഞ ചെലവിൽ അയക്കാൻ കഴിയുന്ന പോസ്റ്റ് ഓഫീസ് പദ്ധതിയാണ് ഗ്യാൻ പോസ്റ്റ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇത് നമ്മൾ അടുത്തായിട്ട് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന ECI നെറ്റ് എന്ന് പറയുന്ന ഒരു ഏകീകൃത ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിന്റെ പേരാണ്. അപ്പൊ ഇത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഏകീകൃത ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ആണ്. ഏകീകൃത ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ആണെന്ന കാര്യം ഓർത്തിരിക്കുക. ഏകീകൃത ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ആണ് നമ്മളിവിടെ പരിചയപ്പെടുന്ന ECI നെറ്റ് എന്ന് പറയുന്നത്. ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ലോഞ്ച് ചെയ്യാൻ പോകുന്ന ഏകീകൃത ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ആണ് ECI നെറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് ആരാണ് ലോഞ്ച് ചെയ്യാൻ പോകുന്നത്? നമ്മുടെ ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ലോഞ്ച് ചെയ്യാനായിട്ട് പോകുന്ന ഏകീകൃത ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ആണ് ECI നെറ്റ് എന്ന് പറയുന്നത്. ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ലോഞ്ച് ചെയ്യാനായിട്ട് പോകുന്ന ഏകീകൃത ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിന്റെ പേരെന്താന്ന് വെച്ചാൽ ECI നെറ്റ് എന്നാണ് ഉത്തരമായിട്ട് വരേണ്ടത്. ECI നെറ്റ് എന്നാണ് ഉത്തരമായിട്ട് വരേണ്ടത്. ഇനി അടുത്ത നമ്മൾ പറയാൻ പോകുന്നത് ദേശീയ ചലച്ചിത്ര വികസന കോർപ്പറേഷന്റെ പുതിയ മാനേജിംഗ് ഡയറക്ടറായിട്ട് ചുമതല വന്നിട്ടുള്ള വ്യക്തി ആരെന്നാണ് നമ്മുടെ ചോദ്യം. ദേശീയ ചലച്ചിത്ര വികസന കോർപ്പറേഷന്റെ പുതിയ മാനേജിംഗ് ഡയറക്ടറായിട്ട് വന്നിരിക്കുന്ന വ്യക്തി ആരെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് പ്രകാശ് മഗ്ദം എന്നാണ് പേരാണ് ഓർത്തിരിക്കേണ്ടത്. പ്രകാശ് മഗ്ദം എന്ന പേരാണ് ഓർത്തിരിക്കേണ്ടത്. അപ്പൊ നമ്മളോട് ചർച്ച ചെയ്തതാണ് ദേശീയ ചലച്ചിത്ര വികസന കോർപ്പറേഷന്റെ പുതിയ MD ആരാണ്? പ്രകാശ് മഗ്ദം എന്ന പേരാണ് ഇവിടെ നമ്മൾ ഓർത്തിരിക്കേണ്ടത്. അടുത്തത് നമ്മൾ ലോക പത്ര
സ്വാതന്ത്ര്യ സൂചിക പരീക്ഷയ്ക്ക് ചോദിക്കാം. ലോക പത്ര സ്വാതന്ത്ര്യ സൂചിക, ലോക പത്ര സ്വാതന്ത്ര്യ സൂചിക. ഇതില് ഇന്ത്യയുടെ സ്ഥാനം എത്ര എന്നാണ് നമ്മളിവിടെ പരിചയപ്പെടാൻ പോകുന്നത്. ലോക പത്ര സ്വാതന്ത്ര്യ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം ചോദിച്ചാൽ 151. ലോക പത്ര സ്വാതന്ത്ര്യ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്ര എന്ന് ചോദിച്ചാൽ അവിടെ ഉത്തരമായിട്ട് വരേണ്ടത് 151. ഇവിടെ ഒന്നാം സ്ഥാനത്ത് ആരാന്ന് ചോദിച്ചാൽ നോർവേ ആണെന്ന കാര്യം ഓർത്തിരിക്കുക. നോർവേ ആണ്. ഇപ്പൊ 2025 പ്രഖ്യാപിച്ച ലോക പത്ര സ്വാതന്ത്ര്യ സൂചികയില് ഇന്ത്യയുടെ സ്ഥാനം എത്ര എന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് 151. 151 കാര്യം ഓർത്തിരിക്കുക. അതിൽ തന്നെ ഒന്നാം സ്ഥാനത്ത് വന്നിരിക്കുന്ന ആരാണ്? നോർവേ ആണ്. ഇത് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു ടിപ്പ് പറഞ്ഞുതരാം. ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഓർത്തിരിക്കാം. നമ്മളറിയാം ലോക പത്ര സ്വാതന്ത്ര്യ സൂചിക, വേൾഡ് ന്യൂസ് പേപ്പർ ഫ്രീഡം ഇൻഡെക്സ് എന്ന് നമുക്ക് പറയാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആ ന്യൂസ് പേപ്പറിലെ എൻ ഇങ്ങോട്ട് എടുക്കുക. ന്യൂസ് പേപ്പറിലെ എൻ ഇങ്ങോട്ട് എടുക്കുക. അതില് നമുക്ക് ഇതിനെ ഇങ്ങോട്ട് ഒറ്റയ്ക്ക് ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ 1 ആയി. ഈ വി എന്ന് പറയുന്നത് നമുക്കറിയാം റോമൻ ലെറ്ററിൽ 5-നെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ 5 എന്ന് കൊടുക്കാം. 15, പിന്നെ ഈ 1 തന്നെ ഇവിടെ വന്നാൽ 151. ഈ ഒരു രീതിയിൽ വേണമെങ്കിൽ ഓർത്തിരിക്കാം. അപ്പൊ ലോക പത്ര സ്വാതന്ത്ര്യ ദിനം എന്താന്ന് വെച്ചാൽ ഓർത്തിരിക്കുക, ലോക പത്ര സ്വാതന്ത്ര്യ സൂചികയാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ആ സൂചികയിൽ ഇന്ത്യയുടെ റാങ്ക് എത്രയാന്ന് വെച്ചാൽ 151. അതേപോലെ തന്നെ ഒന്നാം സ്ഥാനത്ത് ആരാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോർവേ ആണ്. ലോക പത്ര സ്വാതന്ത്ര്യ സൂചികയില് ഇന്ത്യയുടെ സ്ഥാനം എത്രയെന്ന് വെച്ചാൽ 151. അതേപോലെ തന്നെ ഒന്നാം സ്ഥാനത്ത് ആരാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോർവേ ആണെന്ന കാര്യം ഓർത്തിരിക്കുക. ഒന്നാം സ്ഥാനത്ത് നോർവേ ആണെന്ന കാര്യം ഓർത്തിരിക്കുക. അടുത്ത് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ലോകത്തിലെ 5ാമത്തെ ഉയരം കൂടിയിട്ടുള്ള കൊടുമുടിയാണ് മക്കാളു പർവ്വതം. ഏതാണ്? മക്കാളു പർവ്വതം. മക്കാളു പർവ്വതം. അപ്പൊ ഈ പർവ്വതത്തിന്റെ പ്രത്യേകത എന്താണ്? ലോകത്തെ 5ാമത്തെ ഉയരം കൊടുമുടിയായിട്ടുള്ള മക്കാളു പർവ്വതം. അപ്പൊ ലോകത്തെ 5ാമത്തെ ഉയർന്ന കൊടുമുടിയാണ് മക്കാളു പർവ്വതം എന്ന് പറയുന്നത്. ഇത് കീഴടക്കിയ ഇന്ത്യൻ സായുധ സേന, ഇത് കീഴടക്കിയ ഇന്ത്യൻ സായുധ സേന ഏതെന്നാണ് നമ്മുടെ ചോദ്യം. സായുധ സേന ഏതെന്നാണ് ചോദ്യം. ഇവിടെ ഉത്തരമായിട്ട് വരേണ്ടത് ITBP ആണ്. അപ്പൊ ITBP ആണ് ഇവിടെ നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. ലോകത്തിലെ 5ാമത്തെ ഉയരം കൂടിയ കൊടുമുടിയാണ് മക്കാളു പർവ്വതം. ഇത് കീഴടക്കിയ ഇന്ത്യൻ സായുധ സേന, ITBP എന്നാണ് ഉത്തരമായിട്ട് വരേണ്ടത്. അപ്പൊ ലോകത്തിലെ ഉയരം കൂടിയ 5ാമത്തെ കൊടുമുടിയാണ് മക്കാളു പർവ്വതം. ഇത് കീഴടക്കിയ ഇന്ത്യൻ സായുധ സേന ഏതാണ്? ITBP ആണ്. IPL തുടർച്ചയായിട്ട് 6 സിക്സറുകൾ നേടുന്ന ആദ്യ താരമാണെന്ന് വെച്ചാൽ റിയാൻ പരാഗ് ആണ്. ഉത്തരമായിട്ട് വരേണ്ടത് റിയാൻ പരാഗ് എന്നതാണ്. നമ്മുടെ IPL തുടർച്ചയായിട്ട് 6 സിക്സ് നേടുന്ന ആദ്യ താരമാണ് ആര്? റിയാൻ പരാഗ്. IPL തുടർച്ചയായിട്ട് 6 സിക്സറുകൾ നേടുന്ന ആദ്യ താരമാണ് ആര്? റിയാൻ പരാഗ്. IPL തുടർച്ചയായിട്ട് 6 സിക്സറുകൾ നേടുന്ന ആദ്യ താരമാണെന്ന് വെച്ചാൽ റിയാൻ പരാഗ് എന്നാണ് ഉത്തരമായിട്ട് വരേണ്ടത്. ഇനി റബാൻ ഫെസ്റ്റിവൽ ഏത് സംസ്ഥാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാം. ഉത്തരമായിട്ട് വരേണ്ടത് ഉത്തരാഖണ്ഡ് ആണ്. ഉത്തരാഖണ്ഡ് ആണ് ഇവിടെ നമ്മുടെ ഉത്തരം. റബാൻ ഫെസ്റ്റിവൽ ഏത് സംസ്ഥാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? റബാൻ ഫെസ്റ്റിവൽ ഏത് സംസ്ഥാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരാഖണ്ഡുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പൊ റബാൻ ഫെസ്റ്റിവൽ ഏത് സംസ്ഥാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരാഖണ്ഡുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ റബാൻ ഫെസ്റ്റിവൽ അരങ്ങേറുന്ന സംസ്ഥാനം ഏത്? ഉത്തരമായിട്ട് വരേണ്ടത് ഉത്തരാഖണ്ഡ് ആണ്. റബാൻ ഫെസ്റ്റിവൽ അരങ്ങേറുന്ന സംസ്ഥാനം ഏതാണെന്ന് വെച്ചാൽ ഉത്തരാഖണ്ഡ് എന്നാണ് ഉത്തരമായിട്ട് വരേണ്ടത്. ഇനി നമ്മൾ പഠിച്ചുപെടാൻ പോകുന്ന അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ഇന്ത്യയിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഡാറ്റാ സെന്റർ പാർക്ക് നിലവിൽ വരുന്നത് എവിടെയാണെന്നാണ് നമ്മുടെ ചോദ്യം. അപ്പൊ ഇന്ത്യയിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഡാറ്റാ സെന്റർ പാർക്ക്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഡാറ്റാ സെന്റർ പാർക്ക്, ഇത് നിലവിൽ വരുന്നത് എവിടാന്നാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ഇവിടെ നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത് നവ റായ്പൂർ എന്നാണ് ഉത്തരമായിട്ട് വരിക.
നവ റായ്പൂർ ആണ്. ഇത് എവിടെയാണെന്ന് ചോദിച്ചാൽ ഛത്തീസ്ഗഡിലാണ്. എവിടെയാണ്? ഛത്തീസ്ഗഡിലാണെന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പൊ നമ്മളിവിടെ പരിചയപ്പെട്ടത് ഇന്ത്യയിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഡാറ്റാ സെന്റർ പാർക്ക് നിലവിൽ വരുന്ന എവിടാന്ന് ചോദിച്ചാൽ ഛത്തീസ്ഗഡിലെ നവ റായ്പൂരിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഡാറ്റാ സെന്റർ പാർക്ക് നിലവിൽ വരുന്നത് ഛത്തീസ്ഗഡിലെ നവ റായ്പൂരിലാണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇന്ത്യയിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഡാറ്റാ സെന്റർ പാർക്ക് എവിടെയാണ് നിലവിൽ വരുന്നത്? നവ റായ്പൂർ, ഛത്തീസ്ഗഡ്. അടുത്ത ചോദ്യം, IMF ബോർഡിൽ ഇന്ത്യയെ പ്രതിനിധീകരിക്കുന്നത് ആരെന്നാണ് നമ്മുടെ ചോദ്യം. IMF ബോർഡിൽ ഇന്ത്യയെ പ്രതിനിധീകരിക്കുന്നത് ആരെന്നാണ് നമ്മുടെ ചോദ്യം. പ്രതിനിധീകരിക്കുന്നത്, ഇവിടെ ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരേണ്ടത് പരമേശ്വരൻ അയ്യറാണ്. ഉത്തരമായിട്ട് വരിക പരമേശ്വരൻ അയ്യർ എന്നാണ് ഇവിടെ നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത്. ലോക ബാങ്കിന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറാണ് പരമേശ്വരൻ അയ്യർ. IMF ബോർഡിൽ ഇന്ത്യയെ പ്രതിനിധീകരിക്കുന്ന ആരെന്ന് വെച്ചാൽ പരമേശ്വരൻ അയ്യരാണ്. ഇദ്ദേഹം ലോക ബാങ്കിന്റെ, വേൾഡ് ബാങ്കിന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ആണെന്ന കാര്യം കൂടി ഒന്ന് ഓർത്തിരിക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ ചർച്ച ചെയ്തത് IMF ബോർഡിൽ ഇന്ത്യയെ പ്രതിനിധീകരിക്കുന്നത് പരമേശ്വരൻ അയ്യരാണ്. ലോക ബാങ്കിന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറാണ് പരമേശ്വരൻ അയ്യർ. IMF ബോർഡിൽ ഇന്ത്യയെ പ്രതിനിധീകരിക്കുന്നത് പരമേശ്വരൻ അയ്യരാണ്. ലോക ബാങ്കിന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ പദവിയിൽ ഇരിക്കുന്ന വ്യക്തിയാണ് പരമേശ്വരൻ അയ്യർ എന്ന കാര്യം ഓർത്തിരിക്കുക. ഇത് നമ്മുടെ ഒരു അവാർഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സിനിമയുടെ പേരാണ് നമ്മൾ പഠിക്കാൻ പോകുന്ന ഒരു മലയാള സിനിമയുടെ പേരാണ്. ഇവിടെ പറയുന്നു സ്വീഡിഷ് അക്കാഡമി ഓഫ് മോഷൻ പിക്ചേഴ്സിന്റെ ഔട്ട്സ്റ്റാൻഡിംഗ് അവാർഡ്. സ്വീഡിഷ് അക്കാഡമി ഓഫ് മോഷൻ പിക്ചേഴ്സിന്റെ ഔട്ട്സ്റ്റാൻഡിംഗ് അവാർഡ് മുംബൈ എന്റർടൈൻമെന്റ് ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച ഇന്ത്യൻ സിനിമ തുടങ്ങിയ അവാർഡുകൾ സ്വന്തമാക്കിയിട്ടുള്ള ഒരു സിനിമയുടെ പേരാണ് നമ്മളിവിടെ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. ഈ സിനിമയുടെ പേര് ഓർത്തിരിക്കുക, 40കളിലെ പ്രണയം എന്നതാണ് സിനിമയുടെ പേര്. 40കളിലെ പ്രണയം. അപ്പൊ ഈ ഒരു സിനിമയുടെ പേര് 40കളിലെ പ്രണയമാണ്. സ്വീഡിഷ് അക്കാഡമി ഓഫ് മോഷൻ പിക്ചേഴ്സിന്റെ ഔട്ട്സ്റ്റാൻഡിംഗ് അവാർഡ്, അതേപോലെ മുംബൈ എന്റർടൈൻമെന്റ് ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ മികച്ച ഇന്ത്യൻ സിനിമ തുടങ്ങിയ അവാർഡുകൾ സ്വന്തമാക്കിയ ചലച്ചിത്രമാണ് 40കളിലെ പ്രണയം. ഇപ്പോൾ നമ്മൾ പറഞ്ഞത് സ്വീഡിഷ് അക്കാദമി ഓഫ് മോഷൻ പിക്ചേഴ്സിന്റെ ഔട്ട്സ്റ്റാൻഡിംഗ് അവാർഡും മുംബൈ എന്റർടൈൻമെന്റ് ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച ഇന്ത്യൻ സിനിമയ്ക്കുള്ള പുരസ്കാരം തുടങ്ങിയവ സ്വന്തമാക്കിയ മലയാള ചലച്ചിത്രമാണ് 40കളിലെ പ്രണയം എന്ന സിനിമ. അടുത്ത ഒരു ചോദ്യം, ഹോളിവുഡിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് പുറത്ത് ചിത്രീകരിക്കുന്ന സിനിമകൾക്ക് 100% തീരുവ പ്രഖ്യാപിച്ച രാജ്യം ഏതെന്നാണ് നമ്മുടെ ചോദ്യം. അവിടെ നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ട ഏത് രാജ്യം തന്നെയാണ്? അമേരിക്ക തന്നെയാണ്. ഹോളിവുഡ് എവിടെയാണ്? അമേരിക്കയിലാണ്. അതോടെ നമ്മൾ പരിചയപ്പെട്ടത് ഹോളിവുഡിനെ രക്ഷിക്കാനായിട്ട് പുറത്ത് ചിത്രീകരിക്കുന്ന സിനിമകൾക്ക് 100% തീരുവ പ്രഖ്യാപിച്ച രാജ്യം ചോദിച്ചാൽ അമേരിക്കയാണെന്ന കാര്യം ഓർത്തിരിക്കുക. ഹോളിവുഡിനെ രക്ഷിക്കാൻ പുറത്ത് ചിത്രീകരിക്കുന്ന സിനിമകൾക്ക് 100% തീരുവ പ്രഖ്യാപിച്ച രാജ്യമാണ് അമേരിക്ക. അടുത്തത്, കുപ്രസിദ്ധമായ അൽകാട്രാസ് തടവറ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നതെന്നാണ് നമ്മുടെ ചോദ്യം. ഇവിടെ നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത് അമേരിക്കയിലാണ്. അമേരിക്കയിലെ സാൻ ഫ്രാൻസിസ്കോയിലാണ്. അപ്പോൾ നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത് അമേരിക്കയിലെ സാൻ ഫ്രാൻസിസ്കോയിലാണ് കുപ്രസിദ്ധമായിട്ടുള്ള അൽകാട്രാസ് തടവറ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ കുപ്രസിദ്ധമായിട്ടുള്ള അൽകാട്രാസ് തടവറ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഉത്തരമായിട്ട് വരേണ്ടത് അമേരിക്കയിലെ സാൻ ഫ്രാൻസിസ്കോയിലാണ്. കുപ്രസിദ്ധമായിട്ടുള്ള അൽകാട്രാസ് തടവറ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് അമേരിക്കയിലെ സാൻ ഫ്രാൻസിസ്കോയിലാണ്. കുപ്രസിദ്ധമായിട്ടുള്ള അൽകാട്രാസ് തടവറ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ അമേരിക്കയിലെ സാൻ ഫ്രാൻസിസ്കോയിലാണെന്ന് കാര്യം ഓർത്തിരിക്കുക. ഇവിടെ നമ്മൾ പരിചയപ്പെട്ടത് കുപ്രസിദ്ധമായിട്ടുള്ള അൽകാട്രാസ് തടവറ, ഇത് സ്ഥിതി ചെയ്യുന്നത് അമേരിക്കയിലെ സാൻ ഫ്രാൻസിസ്കോയിലാണ്. അപ്പൊ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഓർത്തിരിക്കുക. കുപ്രസിദ്ധമായിട്ടുള്ള അൽകാട്രാസ് തടവറ എവിടെയാണ്? അമേരിക്കയിലെ സാൻ ഫ്രാൻസിസ്കോയിലാണ്. അടുത്തത്, UPI വഴി GST പേയ്മെന്റുകൾ സ്വീകരിച്ചു തുടങ്ങിയ കേരളം ആസ്ഥാനമായുള്ള ആദ്യ ബാങ്ക് ഏതാണെന്ന് വെച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് ധനലക്ഷ്മി ബാങ്ക് ആണ്. ധനലക്ഷ്മി ബാങ്ക് ആണെന്ന കാര്യം ഓർത്തിരിക്കുക. ധനലക്ഷ്മി ബാങ്ക് ആണ്. അപ്പൊ ഇവിടെ എന്താണ് പറയുന്നത്? UPI വഴി
GST പേയ്മെന്റുകൾ UPI വഴി GST പേയ്മെന്റ്സ് UPI വഴി GST പേയ്മെന്റ്സ് സ്വീകരിച്ചു തുടങ്ങിയ കേരളം ആസ്ഥാനമായിട്ടുള്ള ആദ്യ ബാങ്കാണ് ധനലക്ഷ്മി ബാങ്ക്. UPI വഴി GST പേയ്മെന്റുകൾ സ്വീകരിച്ചു തുടങ്ങിയ കേരളം ആസ്ഥാനമായുള്ള ആദ്യ ബാങ്ക് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് ധനലക്ഷ്മി ബാങ്കാണ്. യോഗ മഹോത്സവ് 2025 അന്താരാഷ്ട്ര യോഗാ ദിനത്തിന്റെ 50 ദിവസത്തെ കൗണ്ട് ഡൗൺ ആരംഭിച്ച എവിടുന്നാന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് മഹാരാഷ്ട്രയിലെ നാസിക്കിൽ നിന്നാണ്. അപ്പൊ നമ്മളിവിടെ പരിചയപ്പെട്ടത് യോഗ മഹോത്സവ് 2025. യോഗ മഹോത്സവ് 2025 എന്ന് പറയുന്നത് അന്താരാഷ്ട്ര യോഗാ ദിനത്തിന്റെ 50 ദിവസത്തെ കൗണ്ട് ഡൗൺ ആണ്. അന്താരാഷ്ട്ര യോഗാ ദിനത്തിന്റെ 50 ദിവസത്തെ കൗണ്ട് ഡൗൺ. ഇത് ആരംഭിച്ച എവിടെന്നാന്ന് വെച്ചാൽ മഹാരാഷ്ട്രയിലെ നാസിക്കിൽ നിന്നാണ്. മഹാരാഷ്ട്ര നാസിക് ഓർത്ത് വയ്ക്കുക. ഇനി അടുത്ത നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഒരു ദിനമാണ്. നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് കുഞ്ചൻ നമ്പ്യാർ ദിനം എന്നാണ് നമ്മുടെ ചോദ്യം. കുഞ്ചൻ നമ്പ്യാർ ദിനം എന്നാണ് നമ്മുടെ ചോദ്യം. ഇവിടെ ഉത്തരമായിട്ട് വരേണ്ടത് മെയ് മാസം 5-ാം തീയതിയാണ്. മെയ് മാസം 5-ാം തീയതിയാണ് കുഞ്ചൻ നമ്പ്യാർ ദിനം. അപ്പൊ കുഞ്ചൻ നമ്പ്യാർ ദിനം മെയ് 5-ാം തീയതിയാണ്. യോഗ മഹോത്സവ് 2025 അന്താരാഷ്ട്ര യോഗാ ദിനത്തിന്റെ 50 ദിവസത്തെ കൗണ്ട് ഡൗൺ ആരംഭിച്ചത് മഹാരാഷ്ട്രയിലെ നാസിക്കിൽ നിന്നാണ്. മഹാരാഷ്ട്രയിലെ നാസിക്കിൽ നിന്നാണ്. ഇനി അടുത്തായിട്ട് നമ്മൾ പരിചയപ്പെടുന്നത് 2025 മെയ് മാസത്തിൽ അന്തരിച്ച ജീവിച്ചിരിക്കുന്ന പ്രായം കൂടിയ ഇന്ത്യക്കാരൻ എന്നറിയപ്പെട്ടിരുന്ന യോഗാ ഗുരു ആരെന്നാണ് നമ്മളിവിടെ പരിചയപ്പെടാനായിട്ട് പോകുന്നത്. യോഗാ ഗുരു, അദ്ദേഹത്തിന്റെ പേര് സ്വാമി ശിവാനന്ദ സരസ്വതിയാണ്. സ്വാമി ശിവാനന്ദ സരസ്വതിയാണ്. ശിവാനന്ദ സരസ്വതിയാണ്. അദ്ദേഹം അന്തരിക്കുന്നത് 128-ാമത്തെ വയസ്സിലാണ്. അപ്പൊ നമ്മൾ പറഞ്ഞെന്താണ്, 2025 മെയ്യിൽ അന്തരിച്ച ജീവിച്ചിരിക്കുന്ന പ്രായം കൂടിയ ഇന്ത്യക്കാരൻ എന്നറിയപ്പെട്ടിരുന്ന യോഗാ ഗുരു ആരെന്നാണ് നമ്മുടെ ചോദ്യം. സ്വാമി ശിവാനന്ദ സരസ്വതി എന്നാണ് ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരേണ്ടത്. 2025 മെയ്യിൽ അന്തരിച്ച് ജീവിച്ചിരിക്കുന്ന പ്രായം കൂടിയ ഇന്ത്യക്കാരൻ എന്നറിയപ്പെട്ടിരുന്ന യോഗാ ഗുരു ആരെന്ന് ചോദിച്ചാൽ സ്വാമി ശിവാനന്ദ സരസ്വതി. 128-ാം വയസ്സിലാണ് അദ്ദേഹം അന്തരിച്ചത്. നമ്മളിവിടെ പരിചയപ്പെടുന്നത് അബ്ദാലി മിസൈലാണ്. അബ്ദാലി മിസൈൽ ഏത് രാജ്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഉത്തരമായിട്ട് വരേണ്ടത് പാകിസ്ഥാനാണ്. 2025 മെയ് മാസത്തിൽ പാകിസ്ഥാൻ പരീക്ഷിച്ച ഉപരിതല മിസൈലാണ്. ഉപരിതല മിസൈലാണ് നമ്മളിവിടെ പരിചയപ്പെടുന്ന അബ്ദാലി മിസൈൽ. അപ്പൊ നമ്മളിവിടെ പരിചയപ്പെട്ടെന്നാണ് 2025 പാകിസ്ഥാൻ പരീക്ഷിച്ച ഉപരിതല മിസൈലാണ് അബ്ദാലി മിസൈൽ. എന്താണ് അബ്ദാലി മിസൈൽ? അടുത്ത ചോദ്യം, സ്ട്രാറ്റോസ്ഫെറിക് എയർഷിപ്പ് സാങ്കേതിക വിദ്യ സ്വന്തമായി വികസിപ്പിച്ച് ഇന്ത്യ ആദ്യ പരീക്ഷണ പറക്കൽ നടത്തിയത് എവിടെയാണെന്നാണ് നമ്മുടെ ചോദ്യം. സ്ട്രാറ്റോസ്ഫെറിക് എയർഷിപ്പ് സാങ്കേതിക വിദ്യ സ്വന്തമായി വികസിപ്പിച്ച് ഇന്ത്യ ആദ്യ പരീക്ഷണ പറക്കൽ നടത്തിയത് എവിടെയാണെന്നാണ് നമ്മുടെ ചോദ്യം. ഇവിടെ നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത് മധ്യപ്രദേശിലെ ഷയോപൂർ എന്ന് പറയുന്ന സ്ഥലമാണ്. ഇവിടെ നമ്മൾ പറയുന്നത് ഷയോപൂർ, മധ്യപ്രദേശ്. ഇവിടെ നമ്മൾ ചർച്ച ചെയ്ത് സ്ട്രാറ്റോസ്ഫെറിക് എയർഷിപ്പ് സാങ്കേതിക വിദ്യ സ്വന്തമാക്കി വികസിപ്പിച്ച് ഇന്ത്യ ആദ്യ പരീക്ഷണ പറക്കൽ നടത്തിയത് മധ്യപ്രദേശിലെ ഷയോപൂർ എന്ന് പറയുന്ന സ്ഥലത്താണ്. സ്ട്രാറ്റോസ്ഫെറിക് എയർഷിപ്പ് സാങ്കേതിക വിദ്യ സ്വന്തമായിട്ട് വികസിപ്പിച്ചിട്ട് ഇന്ത്യ ആദ്യ പരീക്ഷണ പറക്കൽ നടത്തിയത് മധ്യപ്രദേശിലെ ഷയോപൂർ എന്ന് പറയുന്ന സ്ഥലത്താണ്. സ്ട്രാറ്റോസ്ഫെറിക് എയർഷിപ്പ് സാങ്കേതിക വിദ്യ സ്വന്തമായി വികസിപ്പിച്ച് ഇന്ത്യ ആദ്യ പരീക്ഷണ പറക്കൽ നടത്തിയത് മധ്യപ്രദേശിലെ ഷയോപൂർ ആണ്. വാഹന സാന്ദ്രതയിൽ രാജ്യത്ത് കേരളത്തിന്റെ സ്ഥാനം എത്ര എന്നാണ് നമ്മുടെ ചോദ്യം. 2025 മെയ് മാസത്തിലെ കണക്ക് പ്രകാരം വാഹന സാന്ദ്രതയിൽ നമ്മുടെ രാജ്യത്ത് കേരളത്തിന്റെ സ്ഥാനം ചോദിച്ചാൽ കേരളം എത്രാമതാണ്? കേരളം 4-ാം സ്ഥാനത്താണ്. 1-ാം സ്ഥാനത്ത് വരുന്നത് ചണ്ഡീഗഡ് ആണ്. 1-ാം സ്ഥാനത്ത് വരുന്നത് ചണ്ഡീഗഡ് ആണെന്ന് കാര്യം ഓർത്തിരിക്കുക. അതേപോലെ തന്നെ 2-ാം സ്ഥാനത്ത് വരുന്നത് പുതുച്ചേരിയാണ്. 2-ാം സ്ഥാനത്ത് വരുന്നത് പുതുച്ചേരിയാണ്. 3-ാം സ്ഥാനത്ത് വരുന്നത് ഗോവയാണ്. 4-ാം സ്ഥാനത്താണ് നമ്മുടെ കേരളം വരുന്നത് എന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പൊ ഇവിടെ നമ്മൾ പരിചയപ്പെട്ടെന്താണ്, വാഹന സാന്ദ്രതയിൽ രാജ്യത്ത് കേരളത്തിന്റെ സ്ഥാനം ചോദിച്ചാൽ 4-ാമതാണ്. വാഹന സാന്ദ്രതയിൽ 1-ാമത് ചണ്ഡീഗഡ് ആണ്, 2-ാമത് പുതുച്ചേരി, 3-ാമത് ഗോവയാണ്. ചണ്ഡീഗഡ്, പുതുച്ചേരി, ഗോവ, കേരളം ആദ്യത്തെ 4 സ്ഥാനത്തുള്ളത്. അപ്പൊ വാഹന സാന്ദ്രതയിൽ രാജ്യത്ത് കേരളത്തിന്റെ സ്ഥാനം ചോദിച്ചാൽ 4-ാമതാണ്. 1-ാമത് ചണ്ഡീഗഡ് ആണ്, 2-ാമത് വരുന്ന പുതുച്ചേരിയാണ്, 3-ാമത് ഗോവയാണ്. 2023 പുറത്തിറങ്ങിയ ചാൾസ് രാജാവിന്റെയും ഭാര്യ ഡയാനയുടെയും ഇളയ മകനായിട്ടുള്ള ഹാരിയുടെ ആത്മകഥയുടെ പേരെന്തെന്നാണ് നമ്മുടെ ചോദ്യം.
ഇവിടെ നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത് സ്പെയർ എന്നാണ്. ഈ ഒരു ആത്മകഥയുടെ പേരാണ് സ്പെയർ. ഇവിടെ പറഞ്ഞത് 2023 സ്പെയർ എന്ന് പറയുന്ന ഈ ഒരു ആത്മകഥ പുറത്തിറങ്ങിയത്. ചാൾസ് രാജാവിന്റെയും ഭാര്യ ഡയാനയുടെയും ഇളയ മകനായിട്ടുള്ള ഹാരിയുടെ ആത്മകഥയാണ് സ്പെയർ എന്നത്. 2023 പുറത്തിറങ്ങിയ ചാൾസ് രാജാവിന്റെയും ആദ്യ ഭാര്യ ഡയാനയുടെയും ഇളയ മകനായ ഹാരിയുടെ ആത്മകഥയാണ് സ്പെയർ എന്ന പേരിൽ അറിയപ്പെടുന്നത്. നമ്മുടെ അടുത്ത ചോദ്യം, മനുഷ്യ ശരീരത്തിൽ നിന്നും ആന്റിബോഡി വികസിപ്പിച്ച് അതിൽ നിന്ന് ആന്റിവെനം വികസിപ്പിച്ചെടുത്ത US പൗരനായ ഗവേഷകൻ ആരെന്നാണ് നമ്മുടെ അടുത്ത ചോദ്യം. മനുഷ്യ ശരീരത്തിൽ നിന്നും ആന്റിബോഡി വികസിപ്പിച്ച് അതിൽ നിന്ന് ആന്റിവെനം വികസിപ്പിച്ചെടുത്ത US പൗരനായ ഗവേഷകന്റെ പേരാണ് ഇവിടെ ചോദ്യമായിട്ട് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ഉത്തരമായിട്ട് വരുന്നത് തിമോത്തി ഫ്രീഡി എന്നാണ് ഉത്തരമായിട്ട് വരിക. നമ്മുടെ ഈ ഒരു ചോദ്യത്തിന് ഉത്തരം തിമോത്തി ഫ്രീഡി എന്നതാണ് ഉത്തരം. അപ്പൊ നമ്മൾ എന്താണ് പറഞ്ഞത്, മനുഷ്യ ശരീരത്തിൽ നിന്നും ആന്റിബോഡി വികസിപ്പിച്ച് അതിൽ നിന്ന് ആന്റിവെനം വികസിപ്പിച്ചെടുത്ത US പൗരനായ ഗവേഷകൻ ആരെന്ന് ചോദിച്ചാൽ തിമോത്തി ഫ്രീഡി എന്നാണ് ഉത്തരമായിട്ട് വരുന്നത്. അടുത്ത ചോദ്യം, റഷ്യൻ അധിനിവേശത്തിനിടെ US നൽകിയ സാമ്പത്തിക സൈനിക സഹായത്തിന് പകരമായിട്ട് അപൂർവ ധാതുശേഖരം പങ്കുവെക്കാൻ കരാർ ഒപ്പുവെച്ച രാജ്യം ഏതെന്ന് ചോദിക്കാം. റഷ്യൻ അധിനിവേശത്തിനിടെ US നൽകിയ സാമ്പത്തിക സൈനിക സഹായത്തിന് പകരമായിട്ട് അപൂർവ ധാതുശേഖരം പങ്കുവെക്കുന്ന കരാറിൽ ഒപ്പുവെച്ച രാജ്യം ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് ഉക്രൈൻ ആണ്. ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരേണ്ടത് ഉക്രൈൻ ആണ്. റഷ്യൻ അധിനിവേശത്തിനിടെ US നൽകിയ സാമ്പത്തിക സൈനിക സഹായത്തിന് പകരമായിട്ട് അപൂർവ ധാതുശേഖരം പങ്കുവെക്കുന്ന കരാർ ഒപ്പുവെച്ച രാജ്യമാണ് ഉക്രൈൻ. അടുത്തായിട്ട് നമ്മൾ പരിചയപ്പെടുന്നത് ലോകാരോഗ്യ സംഘടനയുടെ വയോജന സൗഹൃദ നഗരങ്ങളുടെ നെറ്റ്വർക്ക് പട്ടികയിൽ ഇടം പിടിച്ച കേരളത്തിലെ സ്ഥലമാണ് കോഴിക്കോട് എന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പൊ നമ്മൾ പരിചയപ്പെടുന്നത് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ വയോജന സൗഹൃദ നഗരങ്ങളുടെ വയോജന സൗഹൃദ നഗരങ്ങളുടെ നെറ്റ്വർക്ക് പട്ടികയിൽ ഇടം പിടിച്ചത് ഏതാണ്? കോഴിക്കോടാണെന്ന കാര്യം ഓർത്തിരിക്കുക. കോഴിക്കോട്. അപ്പൊ നമ്മളിവിടെ പരിചയപ്പെട്ടത് എന്താണ്? ലോകാരോഗ്യ സംഘടനയുടെ വയോജന സൗഹൃദ നഗരങ്ങളുടെ നെറ്റ്വർക്ക് പട്ടികയിൽ ഇടം പിടിച്ചു കോഴിക്കോട്. ലോകാരോഗ്യ സംഘടനയുടെ വയോജന സൗഹൃദ നഗരങ്ങളുടെ നെറ്റ്വർക്ക് പട്ടികയിൽ ഇടം പിടിച്ചു കോഴിക്കോട്. ലോകാരോഗ്യ സംഘടനയുടെ വയോജന സൗഹൃദ നഗരങ്ങളുടെ നെറ്റ്വർക്ക് പട്ടികയിൽ ഇടം പിടിച്ചിരിക്കുകയാണ് കോഴിക്കോട്. RBIക്ക് പുതിയ ഡെപ്യൂട്ടി ഗവർണർ വന്നിരിക്കുകയാണ്. അപ്പൊ RBIയുടെ പുതിയ ഡെപ്യൂട്ടി ഗവർണർ ആരാണ്? RBIയുടെ പുതിയ ഡെപ്യൂട്ടി ഗവർണർ ആരെന്നാണ് നമ്മൾ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. ഡെപ്യൂട്ടി ഗവർണർ. ഇവിടെ നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത് പൂനം ഗുപ്തയാണ്. ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരം പൂനം ഗുപ്ത എന്നാണ് ഉത്തരമായിട്ട് വരേണ്ടത്. അപ്പൊ ഇവിടെ ഈ ഒരു പദവി വഹിക്കുന്ന 4ാമത്തെ വനിതയാണ് എന്നൊരു പ്രത്യേകതയും കൂടിയുണ്ട്. 4th വനിതയാണെന്ന് കൂടി ഓർത്തിരിക്കുക. ഇവിടെ നമ്മൾ പരിചയപ്പെട്ടത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പുതിയ ഡെപ്യൂട്ടി ഗവർണറായിട്ട് ചുമതലയേറ്റത് ആര്? പൂനം ഗുപ്ത എന്നാണ് ഉത്തരമായിട്ട് വരേണ്ടത്. ഈ ഒരു പദവി വഹിക്കുന്ന, അതായത് RBIയുടെ ഡെപ്യൂട്ടി ഗവർണർ പദവി വഹിക്കുന്ന 4ാമത്തെ വനിതയാണ് പൂനം ഗുപ്ത എന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി നമ്മുടെ അടുത്ത ചോദ്യത്തിലേക്ക് വരാം. ലോക പത്ര സ്വാതന്ത്ര്യ ദിനം എന്നാണ്. ലോക പത്ര സ്വാതന്ത്ര്യ ദിനം എന്നാണ് നമ്മുടെ ചോദ്യമായിട്ട് തന്നിരിക്കുന്നത്. ലോക പത്ര സ്വാതന്ത്ര്യ ദിനം ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് മെയ് മാസം 3-ാം തീയതിയാണ്. ലോക പത്ര സ്വാതന്ത്ര്യ ദിനം. തൊട്ട് മുമ്പ് നമ്മൾ അതിന്റെ ഇൻഡെക്സ് നമ്മൾ പഠിച്ചു. ഇന്ത്യയുടെ റാങ്ക് നമ്മൾ പഠിച്ചിരുന്നു 151. ഇവിടെ നമ്മൾ പരിചയപ്പെടുന്നത് ലോക പത്ര സ്വാതന്ത്ര്യ ദിനം എന്നൊന്നാണ്. മെയ് 3-ാം തീയതിയാണ്. 2025 ലോക പത്ര സ്വാതന്ത്ര്യ ദിനം എല്ലാ വർഷവും എപ്പോഴാണ്? മെയ് 3-ാം തീയതിയാണ്. അവിടെ തന്നെ നമ്മൾ അതിന്റെ റാങ്ക് പഠിച്ചു. 151-ാമത്തെ സ്ഥാനത്താണ് ഇന്ത്യ ഉള്ളത് എന്ന് നമ്മൾ പഠിച്ചു. 151-ാമത്തെ സ്ഥാനത്ത്. 1-ാം സ്ഥാനത്ത് നോർവേ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. 1-ാം സ്ഥാനത്ത് നോർവേ ആണ്. ഇനി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് സണ്ണി തോമസിനെ കുറിച്ചാണ്. സണ്ണി തോമസുമായി ബന്ധപ്പെട്ട കാര്യമാണ് നമ്മളിവിടെ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. ഇദ്ദേഹം 2025 ഏപ്രിൽ മാസത്തിലാണ് അന്തരിച്ചത്. ഇദ്ദേഹം മുൻ ദേശീയ ഷൂട്ടിംഗ് പരിശീലകനാണെന്ന കാര്യം ഓർത്തിരിക്കുക. മുൻ ദേശീയ ഷൂട്ടിംഗ് പരിശീലകനാണ് എന്ന കാര്യം ഓർത്തിരിക്കുക. ഇദ്ദേഹം ആരാണ്? മുൻ ദേശീയ ഷൂട്ടിംഗ് പരിശീലകനാണ്. മുൻ ദേശീയ ഷൂട്ടിംഗ് പരിശീലകനാണ്. മുൻ ദേശീയ ഷൂട്ടിംഗ് പരിശീലകൻ ആരാണ്? സണ്ണി തോമസ്. അഭിനവ് ബിന്ദ്ര ഒളിമ്പിക്സിൽ സ്വർണം നേടിയപ്പോൾ ഇദ്ദേഹമായിരുന്നു അദ്ദേഹത്തിന്റെ പരിശീലകൻ. അപ്പൊ അഭിനവ് ബിന്ദ്ര ഒളിമ്പിക്സിൽ സ്വർണം നേടിയപ്പോൾ
അഭിനവ് ബിന്ദ്രയുടെ പരിശീലകനായിരുന്നു സണ്ണി തോമസ് എന്ന കാര്യം ഓർത്തിരിക്കുക. ഇദ്ദേഹത്തിന് 2001 ദ്രോണാചാര്യ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. 2001 എന്ത് കിട്ടിയിട്ടുണ്ട്? ദ്രോണാചാര്യ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. അപ്പൊ കായിക പരിശീലകർക്ക് നൽകുന്ന പുരസ്കാരമാണ് ദ്രോണാചാര്യ പുരസ്കാരം നമുക്കറിയാം. അപ്പൊ ഇവിടെ സണ്ണി തോമസിന് ആ പുരസ്കാരം 2001 ലഭിച്ചിട്ടുണ്ട്. അപ്പൊ ആരാണ് സണ്ണി തോമസ് എന്ന് പറഞ്ഞാൽ ദേശീയ ഷൂട്ടിംഗ് പരിശീലകനായിരുന്നു. അഭിനവ് ബിന്ദ്ര ഒളിമ്പിക്സിൽ സ്വർണം നേടിയപ്പോൾ അദ്ദേഹത്തിന്റെ പരിശീലകനായിരുന്നു. 2001 ഇദ്ദേഹത്തിന് എന്ത് ലഭിച്ചിട്ടുണ്ട്? ദ്രോണാചാര്യ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. അടുത്തത് 2025 അമേരിക്കയുമായിട്ട് യുദ്ധം അവസാനിച്ചതിന്റെ 50-ാം വാർഷികം ആഘോഷിച്ച രാജ്യം ഏതെന്നാണ് ചോദ്യം. ഉത്തരമായിട്ട് വരേണ്ടത് വിയറ്റ്നാമാണ്. 1975 ഏപ്രിൽ 30 വിയറ്റ്നാം അമേരിക്ക യുദ്ധം അവസാനിച്ചത്. 1975 ഏപ്രിൽ മാസം 30 വിയറ്റ്നാം അമേരിക്ക യുദ്ധം അവസാനിച്ചത്. അപ്പൊ അമേരിക്കയുമായിട്ടുള്ള യുദ്ധം അവസാനിച്ചതിന്റെ 50-ാമത്തെ വാർഷികം ആഘോഷിച്ച രാജ്യമാണ് വിയറ്റ്നാം. ഇനി വളരെ പ്രധാനപ്പെട്ട മറ്റൊരു പുരസ്കാരമാണ് നമ്മൾ പരിചയപ്പെടാനായിട്ട് പോകുന്നത്. 2025 പത്മപ്രഭാ പുരസ്കാരം. 2025 പത്മപ്രഭാ പുരസ്കാരം ഇത് ആർക്കാണ് ലഭിച്ചിരിക്കുന്നത് എന്നാണ് നമ്മളിവിടെ അറിയേണ്ടത്. 2025 പത്മപ്രഭാ പുരസ്കാരം ലഭിച്ചത് ആലങ്കോട് ലീലാകൃഷ്ണനാണ്. ആർക്കാണ് ലഭിച്ചത്? ആലങ്കോട് ലീലാകൃഷ്ണനാണ് ലഭിച്ചത്. ആലങ്കോട് ലീലാകൃഷ്ണനാണ് ഈ ഒരു പുരസ്കാരം ലഭിച്ചത്. 2024 ഈ ഒരു പുരസ്കാരം ലഭിച്ചത് ആർക്കാണെന്ന് ചോദിച്ചാൽ റഫീഖ് അഹമ്മദിനാണ് പുരസ്കാരം ലഭിച്ചത്. അപ്പൊ നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത് പത്മപ്രഭാ പുരസ്കാരം 2025 ആലങ്കോട് ലീലാകൃഷ്ണൻ, പത്മപ്രഭാ പുരസ്കാരം 2024 റഫീഖ് അഹമ്മദ്. 2025 പത്മപ്രഭാ പുരസ്കാരം ആലങ്കോട് ലീലാകൃഷ്ണൻ. 2024 വരുമ്പോൾ 2024 ആർക്ക് ലഭിച്ചിരിക്കുന്നത്? റഫീഖ് അഹമ്മദിന് ലഭിച്ചിരിക്കുന്നത്. അപ്പൊ 2025 പത്മപ്രഭാ പുരസ്കാരം ആലങ്കോട് ലീലാകൃഷ്ണൻ ലഭിച്ചു. 2024 വരുമ്പോൾ അവിടെ ലഭിച്ചത് റഫീഖ് അഹമ്മദിനാണ് പുരസ്കാരം കിട്ടിയത്. അപ്പൊ ആലങ്കോട് ലീലാകൃഷ്ണൻ പത്മപ്രഭാ പുരസ്കാരം 2025, ആലങ്കോട് ലീലാകൃഷ്ണൻ പത്മപ്രഭാ പുരസ്കാരം 2025, പത്മപ്രഭാ പുരസ്കാരം 2024 റഫീഖ് അഹമ്മദ്. ഡിജിറ്റൽ സൗകര്യങ്ങൾ പ്രാപ്യമാക്കുക എന്നത് വ്യക്തിയുടെ മൗലികാവകാശമാണെന്നും എല്ലാവരെയും ഉൾക്കൊള്ളുന്നതും തുല്യവുമായ ഡിജിറ്റൽ പരിവർത്തനം നടക്കുമ്പോഴാണ് യഥാർത്ഥ തുല്യത സഫലമാകുന്നതെന്നും പ്രസ്താവിച്ച് കോടതി ചോദിക്കുകയാണെങ്കിൽ ഉത്തരമായിട്ട് വരേണ്ടത് സുപ്രീം കോടതിയാണെന്ന് കാര്യം ഓർത്തിരിക്കുക. പറഞ്ഞ കാര്യങ്ങൾ എന്താണ്? ഡിജിറ്റൽ സൗകര്യങ്ങൾ പ്രാപ്യമാക്കുക എന്നത് വ്യക്തിയുടെ മൗലികാവകാശമാണെന്നും എല്ലാവരെയും ഉൾക്കൊള്ളുന്നതും തുല്യവുമായ ഡിജിറ്റൽ പരിവർത്തനം നടക്കുമ്പോഴാണ് യഥാർത്ഥ തുല്യത സഫലമാകുന്നതെന്നും പ്രസ്താവിച്ച കോടതിയാണ് സുപ്രീം കോടതി. ഡിജിറ്റൽ സൗകര്യങ്ങൾ പ്രാപ്യമാക്കുക എന്നത് വ്യക്തിയുടെ മൗലികാവകാശമാണ്. അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്. ഡിജിറ്റൽ സൗകര്യങ്ങൾ പ്രാപ്യമാക്കുക എന്നത് വ്യക്തിയുടെ മൗലികാവകാശമാണെന്ന് പ്രസ്താവിച്ച കോടതി ഏതാണെന്ന് വെച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് സുപ്രീം കോടതിയാണ്. അപ്പോൾ ഡിജിറ്റൽ സൗകര്യങ്ങൾ പ്രാപ്യമാക്കുക എന്നത് വ്യക്തിയുടെ മൗലികാവകാശമാണ്. എല്ലാവരെയും ഉൾക്കൊള്ളുന്നതും തുല്യവുമായ ഡിജിറ്റൽ പരിവർത്തനം നടക്കുമ്പോഴാണ് യഥാർത്ഥ തുല്യത സഫലമാകുന്നതെന്ന് പ്രസ്താവിച്ച കോടതി ഏതാണ്? സുപ്രീം കോടതിയാണെന്ന കാര്യം ഓർത്തിരിക്കുക. അടുത്തിടെ ദേശീയ സെൻസസിനൊപ്പം ജാതി സെൻസസും നടത്തുക എന്ന തീരുമാനം പ്രഖ്യാപിച്ച കേന്ദ്രമന്ത്രി ആരെന്നാണ് നമ്മുടെ ചോദ്യം. അവിടെ ഉത്തരമായിട്ട് വരേണ്ടത് അശ്വിനി വൈഷ്ണവാണ്. ഈ ഒരു പ്രഖ്യാപനം നടത്തിയത് ആരാന്ന് വെച്ചാൽ അശ്വിനി വൈഷ്ണവാണെന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പൊ അടുത്തിടെ ദേശീയ സെൻസസിനോടൊപ്പം ജാതി സെൻസസും, ഈ സെൻസസ് നടക്കാൻ പോവാണ്. അപ്പൊ ആ ദേശീയ സെൻസസിനോടൊപ്പം ജാതി സെൻസസും നടത്തുക എന്ന ഒരു തീരുമാനം പ്രഖ്യാപിച്ചിരിക്കുകയാണ് കേന്ദ്രമന്ത്രിയായിട്ടുള്ള അശ്വിനി വൈഷ്ണവ്. ഇനി വളരെ ഇമ്പോർട്ടന്റ് ആണ്, 2026 അടുത്ത ഏഷ്യൻ ഗെയിംസ് നടക്കാൻ പോവാണ്. ഏഷ്യൻ ഗെയിംസ് നടക്കുകയാണ്. ഇതിന്റെ വേദി എവിടെയാണെന്നാണ് നമ്മുടെ ചോദ്യം. ഇവിടെ ഉത്തരമായിട്ട് വരേണ്ടത് ജപ്പാനാണ്. 2026 ഏഷ്യൻ ഗെയിംസിന്റെ വേദി ജപ്പാനാണ്. അപ്പൊ അടുത്ത ഏഷ്യൻ ഗെയിംസ് എപ്പോഴാണ്? 2026. എവിടെ വെച്ചാണ് നടക്കുന്നത്? ജപ്പാനിൽ വെച്ചാണ് നടക്കുന്നത്. ഇനി നമ്മുടെ കാനഡയുടെ പുതിയ പ്രധാനമന്ത്രി ആരെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് തന്നെ മാർക്ക് കാർണോയാണ്. നമ്മളിവിടെ പരിചയപ്പെട്ടത് കാനഡയുടെ പ്രധാനമന്ത്രിയുടെ പേരാണ് മാർക്ക് കാർനെ എന്ന പേര് ഓർത്തിരിക്കുക. മാർക്ക് കാർനെ, കാനഡയുടെ പുതിയ പ്രധാനമന്ത്രി മാർക്ക് കാർനെ.
ഇതൊക്കെ ഏത് പാർട്ടിയാന്ന് വെച്ചാൽ ലിബറൽ പാർട്ടിയാണ്. ലിബറൽ പാർട്ടിയാണെന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. അപ്പൊ കാനഡയുടെ പുതിയ പ്രധാനമന്ത്രി ആരാണ്? മാർക്ക് കാർണിയാണ്. മാർക്ക് കാർണി. വത്തിക്കാൻ പോസ്റ്റ് പുറത്തിറക്കിയ മാർപ്പാപ്പയുടെ വിയോഗം മുതൽ പുതിയ മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കുന്നത് വരെ ഉപയോഗിക്കാവുന്ന പ്രത്യേക സ്റ്റാമ്പുകളുണ്ട്. അതിന്റെ പേര് സെഡെ വാക്കാൻഡെ എന്നാണ് ആ ഒരു സ്റ്റാമ്പിന്റെ പേര്. സെഡെ വാക്കാൻഡെ എന്നാണ് സ്റ്റാമ്പിന്റെ പേര്. ഇപ്പൊ ഇവിടെ നമ്മൾ പരിചയപ്പെട്ടത് വത്തിക്കാൻ പോസ്റ്റ് പുറത്തിറക്കിയ മാർപ്പാപ്പയുടെ വിയോഗം മുതൽ പുതിയ മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കുന്നത് വരെ ഉപയോഗിക്കാവുന്ന പ്രത്യേക സ്റ്റാമ്പുകളുണ്ട്. അതിന്റെ പേരാണ് സെഡെ വാക്കാൻഡെ. സെഡെ വാക്കാൻഡെ എന്ന പേര് ഓർത്തിരിക്കുക. സെഡെ വാക്കാൻഡെ. ഇനി നമ്മുടെ അടുത്ത ചോദ്യം, എല്ലാ സർക്കാർ സേവനങ്ങളും പ്രവാസികൾക്ക് ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി ഒരു ഏകജാലക സംവിധാനം വന്നിരിക്കുകയാണ്. ആ ഒരു സംവിധാനത്തിന്റെ പേരാണ് ലോക കേരളം മൊബൈൽ ആപ്പ്. ലോക കേരളം മൊബൈൽ ആപ്പ്. ലോക കേരളം മൊബൈൽ ആപ്പ്. ഇതെന്താണ്? എല്ലാ സർക്കാർ സേവനങ്ങളും പ്രവാസികൾക്ക് ലഭ്യമാക്കുക. ആർക്ക് ലഭ്യമാക്കുക? പ്രവാസികൾക്ക് ലഭ്യമാക്കുക. ആ ഒരു ലക്ഷ്യത്തിൽ കൊണ്ടുവന്നിരിക്കുന്ന ഒരു ഏകജാലക സംവിധാനമാണ്. എന്താണ്? ഏകജാലക സംവിധാനമാണ് ലോക കേരളം മൊബൈൽ ആപ്ലിക്കേഷൻ. പ്രവാസികൾക്കായിട്ട് കേരള സർക്കാർ തലത്തിൽ നടപ്പാക്കുന്ന ആദ്യ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം എന്നൊരു പ്രത്യേകത കൂടി ഇതിലുണ്ട്. ഇപ്പോൾ നമ്മൾ പരിചയപ്പെട്ടത് എല്ലാ സർക്കാർ സേവനങ്ങളും പ്രവാസികൾക്ക് ലഭ്യമാക്കുന്ന ഏകജാലക സംവിധാനത്തിന്റെ പേര് ചോദിച്ചാൽ ലോക കേരളം മൊബൈൽ ആപ്ലിക്കേഷൻ ആണ്. പ്രവാസികൾക്കായിട്ട് സർക്കാർ തലത്തിൽ നടപ്പാക്കുന്ന ആദ്യ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം എന്നൊരു പ്രത്യേകതയും ഇതിനുണ്ട്. എല്ലാ സർക്കാർ സേവനങ്ങളും പ്രവാസികൾക്ക് ലഭ്യമാക്കുന്ന ഏകജാലക സംവിധാനത്തിന്റെ പേര് ചോദിച്ചാൽ ലോക കേരളം മൊബൈൽ ആപ്പ് എന്നാണ്. പ്രവാസികൾക്കായിട്ട് സർക്കാർ തലത്തിൽ നടപ്പാക്കുന്ന ആദ്യ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം എന്നൊരു പ്രത്യേകതയും ലോക കേരളം മൊബൈൽ ആപ്ലിക്കേഷന് ഉണ്ട് എന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി ഇന്ത്യയിലെ ഏറ്റവും വലിയ ക്രൂയിസ് ടെർമിനൽ ഏതെന്ന് ചോദിക്കാം. ഇന്ത്യയിലെ ഏറ്റവും വലിയ ക്രൂയിസ് ടെർമിനൽ ഏതെന്നാണ് നമ്മുടെ ചോദ്യം. ക്രൂയിസ് ടെർമിനൽ ഏതെന്നാണ് നമ്മുടെ ചോദ്യം. ടെർമിനൽ. ഇവിടെ ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരേണ്ടത് മുംബൈ ഇന്റർനാഷണൽ ക്രൂയിസ് ടെർമിനൽ ആണ്. ഏതാണ്? മുംബൈ ഇന്റർനാഷണൽ ക്രൂയിസ് ടെർമിനൽ ആണെന്നാരും ഓർത്തിരിക്കുക. ഇന്റർനാഷണൽ ക്രൂയിസ് ടെർമിനൽ ആണെന്നാരും ഓർത്തിരിക്കുക. അപ്പൊ ഇന്ത്യയിലെ ഏറ്റവും വലിയ ക്രൂയിസ് ടെർമിനൽ ചോദിച്ചാൽ മുംബൈ ഇന്റർനാഷണൽ ക്രൂയിസ് ടെർമിനൽ ആണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ക്രൂയിസ് ടെർമിനൽ ഏതാണെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് മുംബൈ ഇന്റർനാഷണൽ ക്രൂയിസ് ടെർമിനൽ ആണ്. മുംബൈ ഇന്റർനാഷണൽ ക്രൂയിസ് ടെർമിനൽ. അടുത്തത് എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ ചെയർമാനായിട്ട് നിയമിതയായിട്ടുള്ള വ്യക്തി ആരെന്നാണ് നമ്മുടെ ചോദ്യം. എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ നമ്മളെ പരിചയപ്പെടുത്തുന്നത് എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ പുതിയ ചെയർമാൻ ആരെന്ന് ചോദിച്ചാൽ അവിടെ ഉത്തരമായിട്ട് വരേണ്ടത് നിപുൺ അഗർവാൾ ആണ്. നിപുൺ അഗർവാൾ എന്നാണ് ഉത്തരമായിട്ട് വരേണ്ടത്. നിപുൺ അഗർവാൾ. എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ ചെയർമാൻ ആരാണ്? നിപുൺ അഗർവാൾ ആണ്. നിപുൺ അഗർവാൾ. ഇത് നമ്മൾ അടുത്തായിട്ട് പരിചയപ്പെടുന്നത് കെയർ എഡ്ജ് സ്റ്റേറ്റ് റാങ്കിംഗ് റിപ്പോർട്ട് 2025. കെയർ എഡ്ജ് സ്റ്റേറ്റ് റാങ്കിംഗ് റിപ്പോർട്ട് 2025 മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന സംസ്ഥാനം ചോദിക്കുകയാണെങ്കിൽ ഉത്തരമായിട്ട് വരേണ്ടത് മഹാരാഷ്ട്രയാണ്. കെയർ എഡ്ജ് സ്റ്റേറ്റ് റാങ്കിംഗ് റിപ്പോർട്ട് 2025 മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന സംസ്ഥാനം മഹാരാഷ്ട്രയാണെന്ന കാര്യം ഓർത്തിരിക്കുക. രണ്ടാം സ്ഥാനത്ത് വരുന്നത് ഗുജറാത്താണ്. മൂന്നാം സ്ഥാനത്ത് വരുന്നത് കർണാടകയാണ്. അപ്പൊ ഇവിടെ ഓർത്തിരിക്കുന്ന കെയർ എഡ്ജ് സ്റ്റേറ്റ് റാങ്കിംഗ് റിപ്പോർട്ട് 2025 മികച്ച സംസ്ഥാനമായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് മഹാരാഷ്ട്രയാണ്. കെയർ എഡ്ജ് സ്റ്റേറ്റ് റാങ്കിംഗ് റിപ്പോർട്ട് 2025 ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന സംസ്ഥാനം മഹാരാഷ്ട്രയാണ്. അടുത്ത ചോദ്യം, വേൾഡ് ഓഡിയോ വിഷ്വൽ ആൻഡ് എന്റർടൈൻമെന്റ് ഉച്ചകോടി. വേൾഡ് ഓഡിയോ വിഷ്വൽ ആൻഡ് എന്റർടൈൻമെന്റ് ഉച്ചകോടി ചുരുക്കനാമത്തിൽ വേവ്സ് എന്ന് പറയും. 2025 ഇത് ഉദ്ഘാടനം ചെയ്തത് ആരെന്ന് വെച്ചാൽ നരേന്ദ്രമോദിയാണ്. ഇത് എവിടെ വെച്ചാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുംബൈയിൽ വെച്ചിട്ടാണ്. അപ്പൊ 2025
വേൾഡ് ഓഡിയോ വിഷ്വൽ ആൻഡ് എന്റർടൈൻമെന്റ് ഉച്ചകോടിയുടെ വേദി മുംബൈ ആണ്. അത് ഉദ്ഘാടനം ചെയ്തത് നരേന്ദ്രമോദിയാണ്. ഇനി അടുത്തത്, കേരളത്തിലെ ഏത് സർവകലാശാലയ്ക്കാണ് ഗ്രീൻ ഇൻസ്റ്റിറ്റ്യൂഷൻ സർട്ടിഫിക്കറ്റ് ലഭിച്ചതെന്നാണ് നമ്മുടെ ചോദ്യം. കേരളത്തിലെ ഏത് സർവകലാശാലയ്ക്കാണ് ഗ്രീൻ ഇൻസ്റ്റിറ്റ്യൂഷൻ സർട്ടിഫിക്കറ്റ് ലഭിച്ചത് എന്നാണ് നമ്മുടെ ചോദ്യം. സർട്ടിഫിക്കറ്റ് ലഭിച്ചത്. ഇവിടെ നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത് കുസാറ്റിനാണ് ലഭിച്ചത്. കേരളത്തിലെ ഏത് സർവകലാശാലയ്ക്കാണ് ഗ്രീൻ ഇൻസ്റ്റിറ്റ്യൂഷൻ സർട്ടിഫിക്കറ്റ് ലഭിച്ചത്? കുസാറ്റിനാണ്. ഇനി പരീക്ഷയ്ക്ക് ചോദിച്ചതാണ്, 70 വയസ്സും അതിന് മുകളിൽ പ്രായമുള്ളവർക്ക് 10 ലക്ഷം രൂപ വരെ സൗജന്യ ചികിത്സ വാഗ്ദാനം ചെയ്യുന്ന പദ്ധതിയുടെ പേരെന്നാണ് നമ്മുടെ ചോദ്യം. ഉത്തരമായിട്ട് വരേണ്ടത് ആയുഷ് ഭാരത് വയവന്ദന എന്നതാണ് പദ്ധതിയുടെ പേര്. ആയുഷ്മാൻ ഭാരത് വയവന്ദന എന്നതാണ് ഈ ഒരു പദ്ധതിയുടെ പേര്. അപ്പൊ എത്ര വയസ്സിന് മുകളിലാന്ന് വെച്ചാൽ 70 വയസ്സിന് മുകളിൽ പ്രായമുള്ള പൗരന്മാർക്ക് 10 ലക്ഷം രൂപ കേട്ടോ. എത്ര രൂപയാണ്? 10 ലക്ഷം രൂപ സൗജന്യ ചികിത്സ വാഗ്ദാനം ചെയ്യുന്ന പദ്ധതിയാണ് ആയുഷ്മാൻ ഭാരത് വയവന്ദന എന്ന് പറയുന്ന പദ്ധതി. 70 വയസ്സും അതിൽ കൂടുതലുമുള്ള പൗരന്മാർക്ക് 10 ലക്ഷം രൂപ വരെ സൗജന്യ ചികിത്സ വാഗ്ദാനം ചെയ്യുന്ന പദ്ധതിയാണ് ആയുഷ്മാൻ ഭാരത് വയവന്ദന എന്ന പദ്ധതി. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ പറയാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ മെയ് മാസം നമ്മൾ പൂർണ്ണമായിട്ടും പഠിച്ചു കഴിഞ്ഞു. മെയ് മാസം, ജൂൺ മാസം, ജൂലൈ 5 ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഇതുവരെയുള്ള ക്ലാസ്സിലൂടെ ആയിട്ട് പഠിച്ചു. ഇത് നമ്മൾ അടുത്തായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്ന ഏപ്രിൽ മാസത്തിലെ കാര്യങ്ങളായിരിക്കും. അപ്പൊ അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.